ഹായ് മക്കളെ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എജ്യൂമസ്റ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് 7 സോഷ്യൽ സ്റ്റഡീസ് ആണ്. ചാപ്റ്റർ 7 ഫ്രം ഫുഡ് പ്രൊഡക്ഷൻ ടു ഫുഡ് സെക്യൂരിറ്റി, ഭക്ഷ്യ ഉൽപാദനത്തിൽ നിന്നും ഭക്ഷ്യസുരക്ഷയിലേക്ക്, സുരക്ഷ വരെ. അതാണ് പാഠത്തിൻ്റെ പേര്. നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. ബിനീത് ദ ക്ലിയർ സ്കൈ ദെയർ ലൈസ് ദ ഗ്രീൻ ഫീൽഡ്. ഹൗ എക്സൈറ്റിംഗ് ഇറ്റ്സ് ടു സീ ദ ക്രോപ്സ് ഇൻ ദ ഗ്രീൻ പാഡി ഫീൽഡ് നോഡിങ് ഇൻ ദ ബ്രീസ്. Since it's a holiday, my sister and I went to the farm with my father and mother. Not only paddy, but vegetables are also cultivated nearby. There are almost all vegetables like eggplant, brinjal, yard long beans, snake gourd, lady's finger, spinach, yam, sorghum, etc. to harvest. I was amazed at the sight of the garden ready to be harvested. Today, we returned home with a lot more than usual harvest. My father always cultivated almost all the things we need as food. As we got more than usual, my mother gave some to Kirti's house and sold the rest in the market. അപ്പോൾ അന്നൊരു അവധി ദിവസമായിരുന്നു. ഞാനും അനിയത്തിയും അച്ഛൻ്റെ അമ്മയുടെയും കൂടെ പാടത്തേക്ക് ഇറങ്ങി. പാടത്ത് ഞങ്ങൾ നെല്ല് മാത്രമല്ല കൃഷി ചെയ്യുന്നത്, പാഡി എന്ന് പറയുമ്പോൾ നെല്ലാണ്. നെൽകൃഷി മാത്രമല്ല ഉള്ളത്, പച്ചക്കറികളുമുണ്ട്. അപ്പോൾ ഏതൊക്കെ പച്ചക്കറികളാണ് ഇവർ കൃഷി ചെയ്യുന്നതെന്ന് നോക്കാം. എഗ് പ്ലാന്റ്, ബ്രിഞ്ചോൾ, അത് വഴുതനങ്ങയും കത്തിരിക്കയും. യാർഡ് ലോങ് ബീൻസ്, വലിയ നീളമുള്ള പയർ. സ്നേക്ക് ഗാർഡ്, ലേഡീസ് ഫിംഗർ, സ്പിനാച്ച്, യാം, സോർഗം. ഈ സോർഗം എന്ന് പറഞ്ഞാൽ ഒരു ചോളമാണ് സോർഗം. ഐ വാസ് അമേസ്ഡ് അറ്റ് ദ സൈറ്റ് ഓഫ് ദ ഗാർഡൻ റെഡി ടു ബി ഹാർവെസ്റ്റ്. അപ്പോൾ ഈ കുട്ടി ഭയങ്കര സന്തോഷത്തിലായിരുന്നു. കാരണം ഈ പാടം മുഴുവനും വിളവെടുപ്പിന് വേണ്ടി റെഡിയായി നിൽക്കുന്ന പാടമാണ് കണ്ടത്. അന്ന് അവർ വൈകിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോയപ്പോൾ പതിവിലധികം അവർക്ക് വിളവ് കിട്ടിയിരുന്നു. അച്ഛൻ ആവശ്യത്തിനുള്ള, അവരുടെ വീട്ടാവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും കൃഷി ചെയ്യാറാണുള്ളത്. അവർക്ക് കൂടുതൽ കിട്ടിയത് കൊണ്ട് അമ്മ എന്ത് ചെയ്തു, കീർത്തിക്ക് കുറച്ച് കൊടുത്തു, ബാക്കി ഉണ്ടായിരുന്നത് മാർക്കറ്റിൽ കൊണ്ട് വിറ്റു. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ആദ്യത്തെ ഭാഗം. യു ഹാവ് റീഡ് ആൻ എക്സെപ്റ്റ് ഫ്രം നീതുസ് ഡയറി. അപ്പോൾ നീതുയുടെ ഡയറിയുടെ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചത്. വാട്ട് കൈൻഡ് ഓഫ് ഫുഡ് ക്രോപ്സ് ഡു ദേ കൾട്ടിവേറ്റ് ഫോർ ഡെയിലി പർപ്പസ്. അപ്പോൾ എല്ലാ ദിവസത്തേക്കും അവരുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് അവർ എന്തെല്ലാം പച്ചക്കറികളാണ് കൃഷി ചെയ്തിരുന്നത്, എന്തെല്ലാം വിളകളാണ് കൃഷി ചെയ്തിരുന്നത്. പാഡി, ബ്രിഞ്ചാൽ, യാം, ലേഡീസ് ഫിംഗർ, സ്നേക്ക് ഗാർഡ്, യാർഡ് ലോങ് ബീൻസ്, എഗ് പ്ലാന്റ്, സോർഗം, സ്പിനച്ച്. ഇത്രയും സാധനങ്ങളാണ് അവർ കൃഷി ചെയ്തിരുന്നത്. ഹൗ ഈസ് സർപ്ലസ് പ്രൊഡക്ഷൻ യൂസ്ഡ്? സർപ്ലസ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടാവശ്യത്തിന് ഉള്ളതിൽ നിന്നും കൂടുതൽ അവർക്ക് ഉൽപ്പാദനം ഉണ്ടായി, കൂടുതൽ പച്ചക്കറി അവർക്ക് കിട്ടി, അല്ലെങ്കിൽ വിളവ് അവർക്ക് കിട്ടി. അപ്പോൾ അതെന്ത് ചെയ്യും അവർ? നീതുസ് മദർ ഗേവ് സം ടു കീർത്തിസ് ഹൗസ്, റെസ്റ്റ് സോൾഡ് ഇൻ ദ മാർക്കറ്റ്. അപ്പോൾ കുറച്ച് കീർത്തിയുടെ വീട്ടിൽ കൊടുത്തു, ബാക്കി അവരെന്ത് ചെയ്തു, മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റു. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് സച്ച് ഫാമിംഗ്? ഇങ്ങനെ നമ്മൾ കൃഷി ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണ്? പ്രൊഡ്യൂസിങ് ആൻഡ് യൂസിങ് അവർ ഓൺ ഫുഡ് ബിക്കംസ് എ ഹാബിറ്റ്. അപ്പം നമ്മൾ നമുക്ക് വേണ്ടി തന്നെ, നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടി നമ്മൾ തന്നെ കൃഷി ചെയ്യുക, അതൊരു ശീലമായി മാറും. യൂസിങ് ഫ്രഷ് നോൺ ടോക്സിക് ഫുഡ് ഫോർ ഇൻകം, ഫോർ സെൽഫ് സഫിഷ്യൻസി. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്തിരിക്കുന്ന സാധനം ആകുമ്പോഴത്തേക്ക് അത് ഫ്രഷ് ആയിരിക്കും. ഈ മരുന്നുകളൊക്കെ അടിച്ച് നമ്മൾ വേറെ സ്ഥലത്ത് നിന്ന് വാങ്ങുന്ന പച്ചക്കറികൾക്കും ധാന്യത്തിനും എല്ലാത്തിലും മായം കലർത്തിയിട്ടുണ്ടാകും. അതുപോലെ വിഷം അടങ്ങിയിട്ടുള്ള പെസ്റ്റിസൈഡ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടാകും, ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടാകും. അപ്പോൾ അതൊന്നും ഇല്ലാതെ നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്യുന്നതായതുകൊണ്ട് ഫ്രഷ് ആയിരിക്കും, വിഷാംശമൊന്നും ഇല്ലാത്തതായിരിക്കും. ഇൻകം, ചില ആൾക്കാർ കൂടുതൽ വിളവ് കിട്ടിക്കഴിയുമ്പോൾ എന്ത് ചെയ്യും, അത് മാർക്കറ്റിൽ കൊടുക്കുകയോ ഒക്കെ ചെയ്യും. അപ്പം അവർക്കൊരു ഇൻകം കിട്ടും. പിന്നെ സെൽഫ് സഫിഷ്യൻസി, ഇപ്പം സ്വന്തം കാലിൽ നിൽക്കുക, സ്വയം പര്യാപ്തത, ഫുഡിൻ്റെ ഭക്ഷണ കാര്യത്തിൽ സ്വയം പര്യാപ്തത ആകും നമ്മൾ. Agriculture has played a crucial role in transforming human beings from hunter gatherer to a modern man. അപ്പോൾ ഈ കൃഷിയാണ് നമുക്ക് ഒരു വലിയൊരു ട്രാൻസ്ഫോർമേഷൻ, ഒരു പരിവർത്തനം തന്നത്, അല്ലേ? ഒരു വേട്ടക്കാരനായ ആദ്യം, പിന്നെ അത് കഴിഞ്ഞ് ശേഖരിച്ച് വെച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി, പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ഒരു സ്ഥലത്ത് സ്ഥിര താമസമാക്കി കൃഷി ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് ഓൾറെഡി. The necessary system for social life such as family, community, village and town
എമേർജ്ഡ് വിത്ത് ദ ബിഗിനിങ് ഓഫ് അഗ്രികൾച്ചർ. അപ്പോൾ ഈ കൃഷിയുടെ ഒരു കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങിയത്, ഒരു സ്ഥലത്ത് സെറ്റിൽ ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ സെറ്റിൽ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നമുക്ക് ഒരു ഫാമിലി ഉണ്ടായത്, കുടുംബം ഉണ്ടായി. ആ കുടുംബത്തിൽ നിന്ന് നമ്മളൊരു കമ്മ്യൂണിറ്റി ഉണ്ടായി. ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലം അതൊരു കമ്മ്യൂണിറ്റി ആയി. അത് കഴിഞ്ഞിട്ടോ ആ കമ്മ്യൂണിറ്റി ഒന്നിലധികം കമ്മ്യൂണിറ്റികൾ ഒരുമിച്ച് ചേർന്ന് ഒരു ഗ്രാമത്തിൽ താമസിക്കാൻ തുടങ്ങി. ആ ഗ്രാമത്തിൽ നിന്നും പയ്യെ അതൊരു ടൗണായി മാറി. ടൗണിൽ നിന്നും അത് സിറ്റി ആയിട്ട് മാറും. അങ്ങനെ അത് ഒരു ഇതെല്ലാം കൃഷി സ്റ്റാർട്ട് ചെയ്തത് കൊണ്ടാണ്, നമ്മൾ കൃഷി തുടങ്ങിയപ്പോഴാണ് ഇതെല്ലാം സാധ്യമായത്. ഓവർ എ പീരീഡ് ഓഫ് ടൈം മാൻ ഷിഫ്റ്റഡ് ഫ്രം സബ്സിഡിയൻസ് ബേസ്ഡ് അഗ്രികൾച്ചർ ടു മാർക്കറ്റ് ബേസ്ഡ് അഗ്രികൾച്ചർ. സബ്സിസ്റ്റൻസ് ബേസ്ഡ് അഗ്രികൾച്ചർ ടു മാർക്കറ്റ് ബേസ്ഡ് അഗ്രികൾച്ചർ. അപ്പോൾ ഈ കാലക്രമേണ മനുഷ്യൻ മാർക്കറ്റിംഗ് ആക്കി മാറ്റി കൃഷിയെ. നമ്മൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നു, നമുക്ക് ആവശ്യത്തിന് മാത്രമല്ല, നമ്മൾ ആവശ്യത്തിൽ അധികം ഉൽപ്പാദിപ്പിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അത് മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങി. ലെറ്റ്സ് ഗെറ്റ് ടു നോ ദ ഫാമിംഗ് മെത്തേഡ്സ് അഡോപ്റ്റഡ് ബൈ മാൻ ഓവർ ദ ഇയേഴ്സ്. അപ്പോൾ നമുക്കിനി നമ്മൾ ആദ്യകാലം മുതൽ ഇന്ന് വരെ നമ്മൾ ഉപയോഗിച്ച് വന്ന ഓരോ കൃഷി രീതികളെ ഒന്ന് നോക്കാം. Nomadic man began farming. Over a period of time, man shifted from subsistence-based agriculture. Over a period of time, man shifted from subsistence-based agriculture to market-based agriculture. അപ്പോൾ ഈ കാലക്രമേണ മനുഷ്യൻ ഉപജീവനത്തിന് വേണ്ടിയുള്ള കൃഷിയിൽ നിന്നും വ്യവസായത്തിന് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി, കച്ചവടം ചെയ്യാൻ വേണ്ടിയുള്ള കൃഷിയിലേക്ക് പുരോഗമിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ലെറ്റ്സ് ഗെറ്റ് ടു നോ ഫാമിംഗ് മെത്തേഡ് അഡോപ്റ്റഡ് ബൈ മാൻ ഓവർ ദ ഇയേഴ്സ്. കാലക്രമേണ ഈ കാലയളവിൽ ആദ്യം മുതൽ ഇന്ന് വരെ നമ്മൾ ഉപയോഗിച്ച് വന്ന കൃഷി രീതികൾ എന്തെല്ലാമാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഒറിജിൻ ഓഫ് അഗ്രികൾച്ചർ, കൃഷിയുടെ ആരംഭം. നൊമാഡിക് മാൻ ബിഗാൻ ഫാമിംഗ് അറൌണ്ട് 7000 BCE. അപ്പോൾ 7000 വർഷങ്ങൾക്ക് മുന്നേ തന്നെ നൊമാഡിക് മാൻ കൃഷി ആരംഭിച്ചു. ഹ്യൂമൻ സ്റ്റാർട്ടഡ് ഫാമിംഗ് അറ്റ് ഡിഫറെൻറ്റ് ടൈംസ് ഇൻ മെസപ്പൊട്ടോമിയ, ടർക്കി, ഈജിപ്റ്റ്, വെസ്റ്റേൺ ഏഷ്യ ആൻഡ് യൂറോപ്പ്. അപ്പോൾ ഈ സ്ഥലങ്ങളിൽ മെസപ്പൊട്ടോമിയ, ടർക്കി, വെസ്റ്റേൺ ഏഷ്യ, ഈജിപ്റ്റ്, യൂറോപ്പ്, ഇവിടെയൊക്കെ പല പല കാലങ്ങളിലായിട്ട് കൃഷി ആരംഭിച്ചു അവർ. അറൌണ്ട് 3000 BCE ആൻഡ് agrarian culture developed in India along with Indus Valley civilization. അപ്പോൾ 3000 വർഷങ്ങൾക്ക് മുന്നേ BCE, ബിഫോർ കോമൺ ഇറ, 3000 വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഒരു കാർഷിക സംസ്കാരം ഇന്ത്യയിൽ രൂപം പ്രാപിച്ചു. അത് ഇൻഡസ് വാലി സിവിലൈസേഷൻ, ആ ഭാഗങ്ങളിലാണ് ഒരു കാർഷിക സംസ്കാരം രൂപം പ്രാപിച്ചത്. Cereals which such as wheat, barley, etc. were cultivated in Mohenjo-daro and Harappa. ഹാരപ്പയിലും മോഹൻജാതാരോയിലും വീറ്റ്, ഗോതമ്പ്, ബാർലിയും ഗോതമ്പും ഒക്കെ കൃഷി ചെയ്യാൻ തുടങ്ങി. ദ ട്വിൻ സിറ്റീസ് സിറ്റുവേറ്റഡ് അലോങ് ദ ബാങ്ക് ഓഫ് ദ റിവർ ഇൻഡസ്. ഇൻഡസ് നദിയുടെ തീരങ്ങളിലാണ് ഈ ഹാരപ്പയും മോഹൻജാതാരോവും ഉണ്ടായിരുന്നത്. അഗ്രികൾച്ചർ സ്റ്റാർട്ടഡ് മച്ച് ലേറ്റർ ഇൻ സൗത്ത് ഇന്ത്യ. ഇപ്പോൾ സൗത്ത് ഇന്ത്യയിൽ കൃഷി ആരംഭിച്ചത് കുറച്ചുകൂടി താമസിച്ചിട്ടാണ്. വാട്ട് ഈസ് സബ്സിസ്റ്റൻസ് ഫാമിംഗ്? ഞാൻ ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്, വാട്ട് ഈസ് സബ്സിസ്റ്റൻസ് ഫാമിംഗ് എന്ന്. This is a method in which farmers produce and use only the products required for their sustenance. Obtaining profit is not the primary objective of this method. അതായത് കൃഷിക്കാർ കൃഷി ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കൃഷിയുടെ ഉൽപ്പന്നങ്ങളും കൃഷി ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഉപജീവനത്തിന് വേണ്ടി മാത്രമാണ്. അങ്ങനത്തെ ഫാമിങ്ങിനെയാണ് സബ്സിസ്റ്റൻസ് ഫാമിംഗ് എന്ന് പറയുന്നത്. ഫാമേഴ്സ് പ്രൊഡ്യൂസ് ആൻഡ് യൂസ് ഓൺലി ദ പ്രോഡക്ട്സ് റിക്വയർഡ് ഫോർ ദെയർ സസ്റ്റൻസസ് എന്ന് പറഞ്ഞാൽ ഉപജീവനത്തിന് വേണ്ടി മാത്രമുള്ള ഉൽപ്പന്നങ്ങളാണ് അവർ കൃഷി ചെയ്തിരുന്നതും, വിളകളാണ് അവർ കൃഷി ചെയ്തിരുന്നതും, അതിനു വേണ്ടിയുള്ള അത് മാത്രമാണ് അവർ ഉപയോഗിച്ചിരുന്നതും. അവരുടെ പ്രോഫിറ്റ് മേക്കിംഗ് അല്ല, അവരുടെ വരുമാനം ഉണ്ടാക്കലോ അല്ലെങ്കിൽ ലാഭം ഉണ്ടാക്കലോ അല്ല അവരുടെ ഒബ്ജക്റ്റീവ്സ്. അവർക്ക് ലാഭം എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നില്ല. However, in some circumstances, surplus agricultural products are sold to fulfill their needs. എന്നിരുന്നാലും കൂടുതൽ വരുന്ന അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ്, അതായത് കാർഷിക ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യും? അവർ വിൽക്കുമായിരുന്നു.
ട്രഡീഷണൽ അഗ്രികൾച്ചറൽ ടൂൾസ് ആർ മോസ്റ്റ്ലി യൂസ് ഇൻ ദിസ് ഫാമിംഗ്. ഈ ഫാമിങ്ങിൽ കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നത് പാരമ്പര്യ കർഷക കൃഷിക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന ടൂൾസാണ്. ടൂൾസും വെപ്പൻസും ആയിരുന്നു, അത് ഉപകരണങ്ങളായിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത്. ഡിഫൈൻ മിക്സഡ് ഫാമിംഗ്. അടുത്ത ചോദ്യം ഡിഫൈൻ മിക്സഡ് ഫാമിംഗ് ആണ്. ഈ ഞാൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന സെൻറ്റൻസുകളാണ് ഇതിൻ്റെയൊക്കെ ആൻസേഴ്സ് ആയിട്ട് വരുന്നത്. മിക്സഡ് ഫാമിംഗ് ഈസ് ദ സൈമുൾട്ടനസ് കൾട്ടിവേഷൻ ഓഫ് മോർ ദാൻ വൺ ക്രോപ്പ് ഇൻ എ ഗിവൺ പ്ലോട്ട് ഓഫ് ലാൻഡ്. ഇപ്പോൾ മിക്സഡ് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കുള്ള സ്ഥലത്ത് നമ്മൾ ഒന്നിലധികം ചെടികൾ, കാർഷിക വിളകൾ നട്ടുപിടിപ്പിക്കും. എലോങ് വിത്ത് ദിസ്, ലൈവ് സ്റ്റോക്ക് റെയറിംഗ്, പോൾട്രി ഫാമിംഗ്, ഫിഷ് ഫാമിംഗ് എക്സെട്ര ക്യാൻ ഓൾസോ ബി കമ്പൈൻഡ്. ഇതിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോഴി വളർത്തൽ, അതുപോലെ ആടിനെയും പശുവിനെയൊക്കെ വളർത്തൽ. ലൈവ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ആട്, പശു എന്നീ ജീവികളെയൊക്കെ, എരുമ, അതിനെയൊക്കെ വളർത്തലാണ്. ഫിഷ് ഫാമിംഗ്, ആ പാടത്ത് തന്നെ കുറച്ച് വെള്ളത്തിന് വേണ്ടി നമ്മൾ കെട്ടി നിർത്തിയിരിക്കുന്ന സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് മത്സ്യകൃഷി തുടങ്ങാം. ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് ചെയ്യുന്നതിനാണ് മിക്സഡ് ഫാമിംഗ് എന്ന് പറയുന്നത്. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ദിസ് ഫോം ഓഫ് ഫാമിംഗ്? ഈ ഫാമിങ്ങിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമാണ്? ലൈവ് സ്റ്റോക്ക് ഫീഡ്സ് കം ഫ്രം അഗ്രികൾച്ചർ. അതായത് ഈ പശുവിനും ആടിനും എരുമക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയുള്ള പുല്ലും വൈക്കോലും ഒക്കെ നമുക്ക് എവിടെ നിന്ന് കിട്ടും? അഗ്രികൾച്ചർ കൃഷി ചെയ്ത് കിട്ടുന്ന ആ വൈക്കോലിൽ നിന്നൊക്കെ നമുക്ക് ആടിനെയും പശുവിനെയൊക്കെ തീറ്റിപ്പോറ്റാൻ പറ്റും. അവർക്ക് സെപ്പറേറ്റിന് ഫുഡൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. മാനുവർ റിക്വയർഡ് ഫോർ അഗ്രികൾച്ചർ ഇസ് ഓൾസോ ഒബ്റ്റെയിൻഡ് ഫ്രം ലൈവ് സ്റ്റോക്ക്. അതിൻ്റെ ചാണകവും എല്ലാം നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വിൽ ബി റിലേറ്റീവ്ലി ലോ. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ കൃഷിക്ക് വളത്തിന് വേണ്ടി ചിലവഴിക്കുന്ന പൈസ നമുക്ക് കുറഞ്ഞു കിട്ടും. ഇങ്ങനെ ഇൻ്റഗ്രേഷൻ ഓഫ് വേരിയസ് ടൈപ്സ് ഓഫ് ഫുഡ് പ്രോഡക്ട്സ്. നമുക്ക് ഇങ്ങനെ ഒന്നിലധികം കാർഷിക വിളകൾ ഒരുമിച്ച് കൃഷി ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒന്നിലധികം വെറൈറ്റി ഫുഡാണ് നമുക്ക് കിട്ടുന്നത്, അല്ലേ? അത് നമുക്ക് നമ്മുടെ വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യാം. സർപ്ലസ് ആയിട്ടുള്ളത്, കൂടുതലായിട്ടുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? വിൽക്കുകയും ചെയ്യാം. കൾട്ടിവേഷൻ ഓഫ് പ്ലാന്റേഷൻ ക്രോപ്സ്. With the arrival of British, the farmers who traditionally cultivated paddy and other food crops started cultivating plantation crops like tea, coffee, cloves, cardamom and pepper in large areas. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ വരവോടെ പരമ്പരാഗതമായിട്ട് നെൽകൃഷി ചെയ്തിരുന്ന കർഷകരെല്ലാവരും പ്ലാന്റേഷൻ ക്രോപ്സിലേക്ക് തിരിഞ്ഞു. പ്ലാന്റേഷൻ ക്രോപ്സ് എന്ന് പറഞ്ഞാൽ തോട്ടവിളകൾ, തോട്ടത്തിൽ കൃഷി ചെയ്യുന്ന ടീ, ചായപ്പൊടി കൃഷി, അതായത് ചായയുടെ ലീവ്സ് കൃഷി ചെയ്തിട്ട് ചായപ്പൊടി ഉണ്ടാക്കുക. കോഫി, കാപ്പിക്കുരു കൃഷി ചെയ്യുക. ക്ലോവ്സ്, കാടമം, പെപ്പർ, കറയാമ്പും ഏലക്കയും കുരുമുളകും. ഇതെല്ലാം ലാർജ് സ്കെയിലിൽ, വലിയ രീതിയിൽ കൃഷി ചെയ്യാൻ തുടങ്ങി. ഇൻ ദ വേക്ക് ഓഫ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, യൂറോപ്യൻ കൺട്രീസ് ഇൻക്ലൂഡിംഗ് ബ്രിട്ടൻ were in need of large quantity of agricultural raw materials. അപ്പോൾ ബ്രിട്ടൻ അടക്കമുള്ള യൂറോപ്യൻ കൺട്രികളിൽ, യൂറോപ്യൻ രാജ്യങ്ങളിൽ ഈ റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കൾക്ക് നല്ല ഡിമാൻഡായിരുന്നു. അതുകൊണ്ടാണ് ഇവർ കോളനൈസ് ചെയ്ത രാജ്യങ്ങളെല്ലാം, ഇവർ കോളനികളിലാക്കിയ, ബ്രിട്ടൻ കോളനിയാക്കിയ എല്ലാ രാജ്യങ്ങളിലും തോട്ടങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി. തോട്ടം നിർമ്മിച്ച് തൊഴിലാളികളെ തോട്ടത്തിൽ പണിയെടുക്കാൻ വെക്കുകയും അങ്ങനെ ഒരു ലാർജ് സ്കെയിലിൽ അവർ റോ മെറ്റീരിയൽസ് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തു. റോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ചായപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടി ചായയുടെ ഇലകൾ ആവശ്യമാണ്, കാപ്പിപ്പൊടി ഉണ്ടാക്കാൻ കാപ്പിയുടെ ഇലകൾ ആവശ്യമാണ്. അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കുന്നത് ഇൻഡസ്ട്രിയിൽ നിന്നാണ്. അതായത് വ്യാവസായിക അടിസ്ഥാനത്തിൽ വലിയ മെഷീനറീസ് വെച്ചിട്ട് ഇവർ ഫാക്ടറീസ് ഉണ്ടാക്കും. ടീ ഫാക്ടറി ഒക്കെ ഉണ്ടാക്കിയിട്ട് റബ്ബർ ഉണ്ടെങ്കിൽ റബ്ബർ കൃഷി ചെയ്തിട്ട്, അത് റബ്ബറും ഒരു പ്ലാന്റേഷനാണ്. അപ്പോൾ ഇതെല്ലാം കൃഷി ചെയ്യാൻ തുടങ്ങി. Long term income and relatively low cost of production are the characteristics of this farming method. അപ്പോൾ ഈ ഒരു കൃഷി രീതിയുടെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലോങ് ടേം ഇൻകം ആണ്. അപ്പോൾ ഒരു തവണ അവർ ഇൻവെസ്റ്റ് ചെയ്താൽ ഒത്തിരി നാളത്തേക്ക് ആ ഒരു ഇൻകം അവർക്ക് കിട്ടും, വരുമാനം അവർക്ക് കിട്ടും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ലോ കോസ്റ്റ് ആണ് പ്രൊഡക്ഷൻ്റെ കോസ്റ്റ് ലോ ആണ്. ഫസ്റ്റ് ഒരു തവണ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രം മതി, പൈസ മുടക്കിയാൽ മാത്രം മതി. ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ, ലാർജ് ഏരിയ കൾട്ടിവേഷൻ. വലിയ രീതിയിലുള്ള പ്രൊഡക്ഷനും വലിയ രീതിയിലുള്ള കൃഷിയുമാണ് ഇവർ ചെയ്യുന്നത്. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്ലാന്റേഷൻ ക്രോപ്സ്? പ്ലാന്റേഷൻ ക്രോപ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് ഞാൻ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതെന്താണ്? ലോങ് ടേം ഇൻകം ആൻഡ് റിലേറ്റീവ്ലി ലോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് ഫാമിംഗ് മെത്തഡ്. ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ, ലാർജ് ഏരിയ കൾട്ടിവേഷൻ.
ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇതിൻ്റെ എല്ലാം ആൻസേഴ്സ് ആയിട്ട് വരുന്നത്. അടുത്തത് കൾട്ടിവേഷൻ ഓഫ് കൊമേഴ്ഷ്യൽ ക്രോപ്സ് ആണ്. കൊമേഴ്ഷ്യൽ ക്രോപ്സ് എന്ന് പറഞ്ഞാൽ വാണിജ്യ അടിസ്ഥാനത്തിൽ നമ്മൾ കൃഷി ചെയ്യുന്ന വാണിജ്യ വിളകൾ. എക്സ്പ്ലെയിൻ ദ ബെനിഫിറ്റ്സ് ഓഫ് കൾട്ടിവേറ്റിംഗ് കൊമേഴ്ഷ്യൽ ക്രോപ്സ് എന്നുള്ള ക്വസ്റ്റ്യൻ അവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് ആൻസറാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. കൾട്ടിവേഷൻ ഓഫ് കൊമേഴ്ഷ്യൽ ക്രോപ്സ് ഈസ് എ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് ഓൺ കൊമേഴ്ഷ്യൽ ബേസിസ്. വാണിജ്യത്തിന് വേണ്ടി, അതായത് നമ്മൾ പുറത്തേക്ക് വിൽക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ കുറേ ബൾക്കായിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യും. എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ നാട്ടിൽ തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും വിൽക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ആയിട്ട് നമ്മൾ വലിയ സ്കെയിലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് കൊമേഴ്ഷ്യൽ ക്രോപ്സ്, വാണിജ്യ വിളകൾ. ദ റോൾ ഓഫ് കൊമേഴ്ഷ്യൽ ക്രോപ്സ് ഫാമിംഗ് ഈസ് സിഗ്നിഫിക്കൻറ്റ് ഇൻ പ്രൊവൈഡിങ് അഗ്രികൾച്ചറൽ റോ മെറ്റീരിയൽസ് ടു ഇൻഡസ്ട്രീസ്. അപ്പോൾ ഈ കൊമേഴ്ഷ്യൽ ക്രോപ്സ് നമ്മൾ കൃഷി ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ടാണ്. ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യവസായശാലകൾ. ഈ വ്യവസായശാലകളിൽ നമുക്ക് എന്ത് വേണം? അഗ്രികൾച്ചറൽ റോ മെറ്റീരിയൽസ് വേണം. റോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ അസംസ്കൃത വസ്തുക്കൾ. ഇപ്പം റബ്ബർ ഫാക്ടറിയിൽ ടയറും അതുപോലെ റബ്ബറും ഒക്കെ, റബ്ബറിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് ഉണ്ടാക്കുന്നുണ്ടല്ലോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ആവശ്യമുള്ളത്? റബ്ബർ വേണം അല്ലേ? അപ്പോൾ ആ റബ്ബർ പ്ലാന്റേഷനിൽ നിന്നാണ് ലാറ്റക്സ് എടുത്ത് നമ്മൾ റബ്ബർ ഷീറ്റ് ആക്കിയിട്ട് ഈ റബ്ബർ ഷീറ്റാണ് നമ്മൾ വാണിജ്യാടിസ്ഥാനത്തിൽ വിൽക്കുന്നത്. അപ്പോൾ അതൊരു കൊമേഴ്ഷ്യൽ ക്രോപ്പാണ് റബ്ബർ എന്ന് പറഞ്ഞാൽ. അത് നമുക്ക് എന്തിനുള്ള അസംസ്കൃത വസ്തുവാണ്? റബ്ബർ ഫാക്ടറിയിലേക്കുള്ള അസംസ്കൃത വസ്തുവാണ്. ഈ റബ്ബർ ഫാക്ടറിയിൽ നമുക്ക് ടയറുകളും അതുപോലെ ചെരുപ്പുകളും റബ്ബറുകൾ, എറൈസർ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. ഇറ്റ് ഓൾസോ റിക്വയർസ് ഹൈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ദി യൂസ് ഓഫ് മോഡേൺ ടെക്നോളജി. അപ്പോൾ ഈ ഒരു കൊമേഴ്ഷ്യൽ ക്രോപ്സ് അല്ലെങ്കിൽ വാണിജ്യ വിളകൾക്ക് നമുക്ക് എന്താണ് ആവശ്യമുള്ളത്? മോഡേൺ ടെക്നോളജി ആവശ്യമാണ്. പുതിയ പുതിയ ടെക്നോളജീസ് നമ്മൾ ആവശ്യമാണ്. ഹൈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ഒരു ഹ്യൂജ് എമൗണ്ട്, വലിയൊരു എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. നൗ ദാറ്റ് യു ഹാവ് റബ്ബർ, ഷുഗർ കെയിൻ, കോട്ടൺ, ജൂട്ട് എക്സെട്ര ആർ എക്സാമ്പിൾസ് ഓഫ് കൊമേഴ്ഷ്യൽ ക്രോപ്സ്. ഞാൻ നേരത്തെ പറഞ്ഞു റബ്ബർ, കോട്ടൺ, ജൂട്ട് ചണമാണ്. ചണം കൊണ്ട് നമ്മൾ ബാഗുകൾ, ചാക്കുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ജൂട്ട് ടെക്സ്റ്റൈൽസിൽ കൂടി ജൂട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നൗ ദാറ്റ് യു ഹാവ് learned about the different types of farming methods in a country. Expand the below list by adding more features. ഇനി നമ്മൾ കൂടുതൽ ഫീച്ചേഴ്സ് ഇതിനകത്ത് ആഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സബ്സിസ്റ്റൻസ് ഫാമിംഗ് നമ്മൾ ആദ്യം പഠിച്ചതാണ്. അതായത് നിത്യജീവിതത്തിന് വേണ്ടിയുള്ള ഫാമിംഗ്. മിക്സഡ് ഫാമിംഗ്, പല കൃഷികൾ ഒരുമിച്ച് ചെയ്യുന്നത്. പോൾട്ടറിയും ഫിഷിങ്, പിന്നെ എന്താണ്, ലൈവ് സ്റ്റോക്ക്, ഇതെല്ലാം ഒരുമിച്ച് ചെയ്യുന്നത് ആണ് മിക്സഡ് ഫാമിംഗ്. കൾട്ടിവേഷൻ ഓഫ് പ്ലാന്റേഷൻ ക്രോപ്സ്, തോട്ടവിളകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ലാസ്റ്റ് വൺ കൊമേഴ്ഷ്യൽ ക്രോപ്സ്. ഇതിനകത്ത് നമ്മൾ ഈ വായിച്ച പാരഗ്രാഫിൽ നിന്ന് തന്നെയാണ് ഈ ഓരോ പോയിന്റ്സും എടുത്തിട്ടുള്ളത്. ഇവിടെ ചേർക്കാനുള്ള ബാക്കി പോയിന്റ്സ് ആണ് ഞാൻ ചേർത്തിട്ടുള്ളത് റെഡ് കളറിൽ. ഇതെല്ലാം നമ്മൾ വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത സംഭവങ്ങൾ തന്നെയാണ്. വീണ്ടും നമ്മളതൊരു ടാബുലേഷൻ കോളത്തിൽ ടാബുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അഗ്രികൾച്ചർ ഫോർ ഫുഡ് ആൻഡ് ഇൻകം. ഇനി ഭക്ഷണത്തിനും വരുമാനത്തിനും വേണ്ടിയുള്ള കൃഷി, അതെന്തൊക്കെയാണെന്ന് നോക്കാം. വിച്ച് ടൈപ്പ് ഓഫ് ക്രോപ്സ് ഇൻ ദ പിക്ചർ യൂസ് ഫോർ ഫുഡ്. ഇതിനകത്ത് ഭക്ഷണത്തിന് വേണ്ടിയുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പാഡി, മെയ്സ്, വീറ്റ്, ടീ ആണ് ഭക്ഷണത്തിന് വേണ്ടിയുള്ളത്. ഇനി വാട്ട് ആർ ദ അതർ ക്രോപ്സ്, ബാക്കിയുള്ള ക്രോപ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് റബ്ബറും കോട്ടനുമാണ്. ഇനി വേറൊരു രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ വാണിജ്യ അടിസ്ഥാനത്തിൽ നമ്മൾ കൃഷി ചെയ്യുന്നത് ഏതൊക്കെയാണ്? അല്ലാതെ വിൽക്കാൻ വേണ്ടിയിട്ട് വലിയ സ്കെയിലിൽ നമ്മൾ കൃഷി ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്യാഷ് ക്രോപ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാഷ് നമുക്ക് ഇതിനകത്ത് റബ്ബർ, കോട്ടൺ, ടീയും നമുക്ക് ആഡ് ചെയ്യേണ്ടി വരും. ഇവിടെ നമുക്ക് കൊമേഴ്ഷ്യൽ ക്രോപ്സ് ചോദിച്ചിട്ടില്ല. ബാക്കിയുള്ള ക്രോപ്സ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് റബ്ബറും കോട്ടനും മാത്രമാണ്. ചായനെ നമ്മൾ ഫുഡിൻ്റെ ഇതിൽ ഉൾപ്പെടുത്തി. ചായ നമുക്ക് വേണമെങ്കിൽ താഴെ എഴുതാമായിരുന്നു. അത് എഴുതണമെങ്കിൽ എന്ത് ക്രോപ്സ് എന്ന് അവിടെ ചോദിക്കണം? കൊമേഴ്ഷ്യൽ ക്രോപ്സ് എന്ന് ചോദിച്ചാൽ നമുക്ക് ചായനെ താഴെ എഴുതാം. ഹൗ ആർ അഗ്രികൾച്ചറൽ ക്രോപ്സ് ഇൻ ഇന്ത്യ ക്ലാസിഫൈഡ് ഓൺ ദർ യൂസ്. ഇതെല്ലാം നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല, ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ഓരോ ടോപ്പിക്കും മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. നമുക്ക് ഓൺ വേർഡ്സിൽ ആൻസേഴ്സ് എഴുതാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഹൗ ആർ അഗ്രികൾച്ചറൽ ക്രോപ്സ് ഇൻ ഇന്ത്യ ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ദർ യൂസ്. ഇപ്പം നമ്മുടെ ഉൽപാദനം, അഗ്രികൾച്ചറൽ ക്രോപ്സ്
കൃഷി ചെയ്ത് നമ്മൾ കിട്ടുന്ന ഈ ക്രോപ്സിനെ ഏതൊക്കെ രീതിയിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, വിഭജിച്ചിരിക്കുന്നത് ഏതൊക്കെ രീതിയിലാണെന്ന് നോക്കാം. ഫുഡ് ക്രോപ്സ് ആർ ക്രോപ്സ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് ഫുഡ്. ഭക്ഷ്യവിളകൾ എന്ന് പറഞ്ഞിട്ട് ഒരു എണ്ണമുണ്ട്. അത് എന്താണ്, നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് ആണ്. കൃഷി ഉൽപ്പന്നമാണ് ഭക്ഷ്യവിളകളായിട്ട് എടുക്കുന്നത്, ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന കൃഷി ഉൽപ്പന്നങ്ങൾ. വേർ ആസ് ക്രോപ്സ് യൂസ് ഫോർ കൊമേഴ്ഷ്യൽ ആൻഡ് ഇൻഡസ്ട്രിയൽ പർപ്പസ് ആർ കോൾഡ് ക്യാഷ് ക്രോപ്സ്. ഇനി നമ്മൾ വാണിജ്യാടിസ്ഥാനത്തിൽ ഉണ്ടാക്കുന്നതും അതുപോലെ ഇൻഡസ്ട്രീസിന് വേണ്ടി വ്യവസായശാലകളിലേക്ക് കൊടുക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കുന്നതുമായിട്ടുള്ള അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ്, കൃഷി ഉൽപ്പന്നങ്ങളെ നമ്മൾ ക്യാഷ് ക്രോപ്സ് എന്നാണ് പറയുന്നത്. വ്യവസായം എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിക്ക് കൊടുക്കുന്നതിന് വേണ്ടി, അതുപോലെ കൊമേഴ്ഷ്യൽ വാണിജ്യാടിസ്ഥാനത്തിൽ ഉണ്ടാക്കുന്നതിന് വാണിജ്യത്തിന് വേണ്ടിയിട്ട് അതിനെ രണ്ടിനെയും കൂടി ഒരുമിച്ച് പറയുന്ന പേരാണ് ക്യാഷ് ക്രോപ്സ് എന്ന്. ഇനി ഫൈൻഡ് ദ ക്രോപ്സ് ഓഫ് അവർ കൺട്രി ആൻഡ് കംപ്ലീറ്റ് ദ ലിസ്റ്റ്. ഇനി നമ്മുടെ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന അഗ്രികൾച്ചറൽ ക്രോപ്സ് ഏതെല്ലാമാണെന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫുഡ് ക്രോപ്സ് ഏതെല്ലാമാണ്, ക്യാഷ് ക്രോപ്സ് ഏതെല്ലാമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. റൈസ്, വീറ്റ്, മെയ്സ്, ബാർലി, ടാപ്പിയോക്ക, ലെഗ്യൂംസ്. ഈ ലെഗ്യൂംസ് എന്ന് പറഞ്ഞാൽ പയറുവർഗ്ഗങ്ങളാണ്. കടല, പയറ്, പരിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വാങ്ങിക്കാറുണ്ടല്ലോ, അതാണ് ഈ ലെഗ്യൂംസ് എന്ന് പറയുന്നത്. പൾസസ്, കോട്ടൺ, റബ്ബർ, ജൂട്ട്, കോഫി, കാർഡമൺ, പെപ്പർ, ഇതെല്ലാമാണ് ക്യാഷ് ക്രോപ്സ്, വാണിജ്യാടിസ്ഥാനത്തിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ, വിളകൾ. ഫ്രം ദ ടേബിൾ ഗിവൺ ബിലോ യു കൻ അണ്ടർസ്റ്റാൻഡ് വിച്ച് ക്രോപ്സ് ഗ്രോ ഇൻ വിച്ച് സ്റ്റേറ്റ്. ഐഡന്റിഫൈ ദോ സ്റ്റേറ്റ് ഓൺ ദ മാപ്പ് ആൻഡ് കളർ ദം. ഇനി നമുക്ക് കുറച്ച് സ്റ്റേറ്റുകൾ, ഓരോ ക്രോപ്പും ഓരോ വിളകളും ഉൽപ്പാദിപ്പിക്കുന്ന സ്റ്റേറ്റുകളുടെ പേരുകൾ തന്നിട്ടുണ്ട്. ഇതൊന്ന് പഠിച്ചു വെച്ചേക്കുക. ചിലപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യാൻ ചോദിച്ചാൽ നമുക്കത് മാർക്ക് ചെയ്യാനായിട്ടുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക, ഏതെല്ലാം സ്റ്റേറ്റുകളിലാണ് ഏതെല്ലാം ക്രോപ്സ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുള്ളത്. വീറ്റ് ഉത്തർപ്രദേശ്, പഞ്ചാബ്, മധ്യപ്രദേശ്, ഹരിയാന. UPMH, വീറ്റ് UPMH ആണ്. അപ്പോൾ UPMH എന്ന് പറഞ്ഞാൽ എന്താണ്? ഉത്തർപ്രദേശ്, പഞ്ചാബ്, മധ്യപ്രദേശ്, ഹരിയാന. UPMH, വീറ്റ് UPMH. കോട്ടൺ മഹാരാഷ്ട്ര, ഗുജറാത്ത്, തെലങ്കാന, രാജസ്ഥാൻ. TMGR. കോട്ടൺ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കി കഴിഞ്ഞാൽ TMGR. MGR എന്നറിയില്ലേ, സിനിമ നടൻ, അദ്ദേഹത്തിന് ഓർത്താൽ മതി. MGR മഹാരാഷ്ട്ര, ഗുജറാത്ത്, രാജസ്ഥാൻ. T ഇനിഷ്യലായിട്ട് ഓർത്തോ, തെലങ്കാന. TMGR. കോട്ടൺ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതെല്ലാമാണ്? TMGR. T തെലങ്കാന, മഹാരാഷ്ട്ര, ഗുജറാത്ത്, രാജസ്ഥാൻ. ഇനി റൈസ് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതെല്ലാമാണ്? ആന്ധ്രാപ്രദേശ്, ബീഹാർ, വെസ്റ്റ് ബംഗാൾ, തമിഴ്നാടു. ABWT അങ്ങനെ ഓർത്താൽ മതിട്ടാ. A ആന്ധ്രാപ്രദേശ്, B ബീഹാർ, W വെസ്റ്റ് ബംഗാൾ ആണ്, T തമിഴ്നാടു. ഇതെല്ലാം സ്റ്റേറ്റുകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക, മാർക്ക് ചെയ്യാൻ വേണ്ടി വരും. അപ്പോൾ മാർക്ക് ചെയ്യാൻ വേണ്ടി അതിൻ്റെയൊക്കെ പൊസിഷൻസ് എവിടെയൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ എ വൈഡ് വെറൈറ്റി ഓഫ് ക്രോപ്സ്. Let us see the favorable geographical factors for the cultivation of different crops in India. ഇനി നമുക്ക് അനുകൂലമായ എന്തെല്ലാം കാലാവസ്ഥകളാണ്, ഭൂപ്രകൃതികളാണ്, എന്തെല്ലാം ഘടകങ്ങളാണ് നമുക്ക് ഇന്ത്യയിലുള്ളതെന്ന് നോക്കാം. വാട്ട് ആർ ദ ഫേവറബിൾ ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ഫോർ ദ കൾട്ടിവേഷൻ ഓഫ് ക്രോപ്സ് ഇൻ ഇന്ത്യ? അതൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ട ഉത്തരം എന്തെല്ലാമാണ്? ഫെർട്ടൈൽ സോയിൽ, ഫേവറബിൾ വെതർ, ഇറിഗേഷൻ ഫെസിലിറ്റീസ്. ഇത് 3 കൂടാതെ താഴെ ഞാൻ വേറെ ഒരു 3 കൂടി കൊടുത്തിട്ടുണ്ട്, അതും കൂടി ആഡ് ചെയ്യാം. ഫെർട്ടൈൽ സോയിൽ എന്ന് പറഞ്ഞാൽ ഫലപുഷ്ടിയായ മണ്ണ്. ഫേവറബിൾ വെതർ എന്ന് പറഞ്ഞാൽ അനുകൂലമായ കാലാവസ്ഥ. ഇറിഗേഷൻ ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ജല വിതരണം. ഇതെല്ലാമാണ് നമുക്ക് ഒരു നല്ല കൃഷിക്ക് ആവശ്യമായിട്ടുള്ളത്. Didn't you get acquainted with the agricultural seasons of our country in the previous chapter? അപ്പോൾ മുമ്പേയുള്ള പാഠങ്ങളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് സീസൺസ് ഏതെല്ലാമാണെന്ന്. കൃഷിക്ക് നമ്മൾ കൃഷി ചെയ്യുന്ന സീസൺസ് ഏതെല്ലാമാണ്? ഖാരിഫ് ക്രോപ്സ്, റാബി, പിന്നെ സെയ്ദ്, അങ്ങനെ 3 സീസൺസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഖാരിഫിൽ ഏതെല്ലാമാണ് കൃഷി ചെയ്യുന്നത്, റാബിയിൽ ഏതെല്ലാമാണ് കൃഷി ചെയ്യുന്നത്, സെയ്ദിൽ ഏതെല്ലാമാണ് കൃഷി ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഏതെല്ലാം സ്റ്റേറ്റുകളിലാണ് ഇതെല്ലാം ഉള്ളതെന്ന് നമ്മൾ പഠിച്ചു. ഡിഫറെൻറ്റ് ക്രോപ്സ് ആർ ഗ്രോൺ ഇൻ ഡിഫറെൻറ്റ് റീജിയൻസ് ബിക്കോസ് വി നീഡ് ഫേവറബിൾ ക്ലൈമറ്റ്
fertile soil, irrigation facility, rainfall, land area and diverse topography. ഇപ്പൊ, ഇതിൻ്റെ ചോദ്യം താഴെ കൊടുത്തിട്ടുണ്ട്. Can all crops be grown anywhere? Why? Make a note. അതിൻ്റെ ആൻസർ ആണ് ഡിഫറെൻറ്റ് ക്രോപ്സ്. എല്ലാ ക്രോപ്സും എല്ലാ സ്ഥലത്തും വിളയിക്കാൻ പറ്റുമോ? എല്ലാ ക്രോപ്സും എല്ലാ സ്ഥലത്തും വളരുമോ? ഇല്ല. എല്ലാ ക്രോപ്സും എല്ലാ സ്ഥലത്തും വളരില്ല അല്ലേ? ചില ക്രോപ്സിന് പ്രത്യേകതരം മണ്ണ് ആവശ്യമാണ്, പ്രത്യേകതരം ക്ലൈമറ്റ് ആവശ്യമാണ്. അപ്പോൾ ആപ്പിളൊക്കെ നമുക്ക് കേരളത്തിൽ എല്ലാ സ്ഥലത്തും വളർത്താൻ പറ്റുമോ? ഇല്ല. ഊട്ടിയിലും കാശ്മീരൊക്കെ മാത്രമാണ് ആപ്പിൾ വളരുന്നത് അല്ലേ? അപ്പോൾ അതിന് പ്രത്യേക ക്ലൈമറ്റ് വേണം, പ്രത്യേകതരം മണ്ണ് വേണം. അപ്പോൾ അതെല്ലാമാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. എല്ലാ ക്രോപ്സും എല്ലാ സ്ഥലത്തും വളർത്താൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? അതിന് ഫേവറബിൾ ക്ലൈമറ്റ് വേണം, ഫെർട്ടൈൽ സോയിൽ വേണം, ഇറിഗേഷൻ വേണം, ജലവിതരണം അല്ലെങ്കിൽ ജലസ്രോതസ്സുകൾ വേണം, റെയിൻഫോൾ വേണം, മഴ, ലാൻഡ് ഏരിയ, പ്രകൃതി, ആ ഭൂമിയുടെ ഒരു കിടപ്പ് എങ്ങനെയാണ്, അതിൻ്റെ വിസ്തൃതി എങ്ങനെയാണ്, അതെല്ലാം നോക്കണം. ഡൈവേഴ്സ് ടോപ്പോഗ്രഫിയാണ് നോക്കണം. ഇതെല്ലാം നോക്കിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ക്രോപ്പ് എവിടെയാണ് വളരുന്നതെന്ന് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അഗ്രികൾച്ചർ ആൻഡ് അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ്. ഇപ്പം കൃഷിയും കാർഷിക അടിസ്ഥാന വ്യവസായങ്ങളും. വാട്ട് ആർ അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ്? അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ് ആർ ഇൻഡസ്ട്രീസ് ദാറ്റ് ഡിപ്പെൻഡ് ആൻഡ് ഫങ്ഷൻ ഓൺ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ്. ഇപ്പം കൃഷിയും കൃഷി ഉൽപ്പന്നങ്ങളും മായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വ്യവസായശാലകളെയാണ് അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. കോട്ടൺ ആൻഡ് അഗ്രികൾച്ചറൽ പ്രോഡക്റ്റ് ഈസ് റോ മെറ്റീരിയൽ ഫോർ ദ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. അപ്പോൾ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ ഉള്ള റോ മെറ്റീരിയൽ എന്താണ്? അസംസ്കൃത വസ്തു എന്താണ്? കോട്ടൺ ആണ്. കോട്ടൺ, പരുത്തി കൃഷി ഉള്ളത് കൊണ്ടാണ് പരുത്തി നമ്മൾ ആ പഞ്ഞി എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നൂലുണ്ടാക്കി യാണുണ്ടാക്കി ആ യാണിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, കോട്ടൺ ക്ലോത്ത്സ് നെയ്തെടുക്കുന്നത്. അങ്ങനെ ആ കോട്ടൺ ക്ലോത്ത്സിൽ നിന്നാണ് നമ്മൾ ഡൈ ചെയ്ത് പല ടൈപ്പാക്കി മാറ്റി എന്നിട്ട് നമ്മൾ വസ്ത്രവ്യാപാര വാണിജ്യം നടത്തുന്നത് അല്ലേ? So the textile industry is an example for agro-based industry. Similarly, agricultural products like rubber and sugarcane are used as raw materials for various industries. ഇപ്പോൾ റബ്ബറും ഷുഗർ കെയിനും കരിമ്പും റബ്ബറും റോ മെറ്റീരിയൽസ് ആണ്, അസംസ്കൃത വസ്തുക്കളാണ് വേറെ ഇൻഡസ്ട്രികളുടെ. ഫൈൻഡ് more agro-based industries that use agricultural products as raw materials and add them to the list. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതല്ലാതെയുള്ള അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ്, കാർഷിക വിളകൾ എന്തെല്ലാമാണ്, കൃഷിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ എന്തെല്ലാമാണ്, കാർഷിക ഉൽപ്പന്നങ്ങൾ എന്തെല്ലാമാണ്, അതെല്ലാം ഒന്ന് ടാബ്ലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ജൂട്ട് ഇൻഡസ്ട്രി, റബ്ബർ ഇൻഡസ്ട്രി, ടീ ഇൻഡസ്ട്രി. ത്രൂ മിനറൽ വെൽത്ത്. ഇനി അടുത്തത് നമുക്ക് മിനറൽ വെൽത്ത് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സീ ദ എബവ് ഇമേജ് ഓഫ് മിനറൽസ് ആൻഡ് ഏരിയാസ് വെയർ മിനറൽസ് ആർ മൈൻഡ്. നമുക്ക് കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്, നമുക്ക് അതൊക്കെ ഒന്ന് നോക്കാം. ഇതെവിടെ നിന്നാണ് കിട്ടുന്നത് എന്നെല്ലാമാണ് ചോദിച്ചിരിക്കുന്നത്. ഭൂമിയുടെ പുറന്തോടിൽ നിന്നാണ് നമുക്ക് ഈ മിനറൽസ് ഒക്കെ കിട്ടുന്നത്. വാട്ട് ഈസ് ദ യൂസ് ഓഫ് ദീസ്? ലെറ്റ്സ് ഹാവ് എ ക്വസ്റ്റ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്തെല്ലാമാണ് ഉപയോഗങ്ങളുള്ളത്, നമുക്ക് ഇതിനെപ്പറ്റി ഒന്ന് കണ്ടുപിടിച്ചാലോ. റൈറ്റ് എക്സാമ്പിൾസ് ഓഫ് മെറ്റാലിക് മിനറൽസ്. ഇനി നമ്മളെടുത്ത് ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇട്ടിട്ടുണ്ട്. മെറ്റാലിക് മിനറൽസ് ഏതെല്ലാമാണെന്ന്. ഹാമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, കാലമൈറ്റ്, ബോക്സൈറ്റ്, സിനബർ ആർ മെറ്റാലിക് മിനറൽസ്. ഇതെല്ലാമാണ് മെറ്റാലിക് മിനറൽസ്, മെറ്റൽ കണ്ടന്റ് ഉള്ള മിനറൽസ്. മെനി ഓഫ് ദീസ് ആർ യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രിയൽ മാനുഫാക്ചർ ഓഫ് മെറ്റൽസ്. ഇതെല്ലാം നമുക്ക് മെറ്റൽസിൻ്റെ മാനുഫാക്ചറിങ്, ലോഹങ്ങളുടെ മാനുഫാക്ചറിങ്ങിനാണ്, ഉൽപാദനത്തിനാണ് ഇതെല്ലാം ഉപയോഗിക്കുന്നത്. റൈറ്റ് എക്സാമ്പിൾസ് ഫോർ നോൺ മെറ്റാലിക് മിനറൽസ് ആൻഡ് ഫ്യൂവൽ മിനറൽസ്. നോൺ മെറ്റാലിക് ലോഹങ്ങളില്ലാത്ത ധാതുക്കൾ ഏതെല്ലാമാണ് നോക്കാം. മൈക്ക, ഡയമണ്ട്, സിലിക്ക, അത് സാൻഡാണ്, എക്സെട്ര ആർ നോൺ മെറ്റാലിക് മിനറൽസ്. ഇതെല്ലാം നോൺ മെറ്റാലിക് മിനറൽസ് ആണ്. വൈൽ കോൾ ആൻഡ് പെട്രോളിയം ആർ ഫ്യൂവൽ മിനറൽസ്. കോളും പെട്രോളിയം ഫ്യൂവൽ മിനറൽസ് ആണ്. നമുക്ക് അതിൽ നിന്ന് ഫ്യൂവൽ കിട്ടും. പെട്രോളും ഡീസലൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നില്ലേ, അതുപോലെ കോള് നമുക്ക് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? റെയിൽവേയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് കോള്. ഇതെല്ലാമാണ് ഫ്യൂവൽ മിനറൽസ്, ഇന്ധനം ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മിനറൽസ്, ധാതുക്കൾ. വാട്ട് ആർ മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രീസ്? മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രീസ് ആർ ദോസ് ദാറ്റ് യൂട്ടിലൈസ് മിനറൽസ് ആസ് മേജർ റോ മെറ്റീരിയൽസ്. അപ്പോൾ ധാതുക്കൾ അടിസ്ഥാനമാക്കിയുള്ള ഇൻഡസ്ട്രീസ് ആണ്.
വ്യവസായശാലകളാണ്. അതല്ല ഇതിൽ ഈ വ്യവസായശാലകളിൽ ധാതുക്കളാണ് റോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ അസംസ്കൃത വസ്തുവായിട്ട് ഉപയോഗിക്കുന്നത്. അയൺ ഓർ ഇൻഡസ്ട്രി ഇസ് ദ ലാർജസ്റ്റ് മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രി ഇൻ ദ കൺട്രി. ഇരുമ്പ് അയിര് ഓർ എന്ന് പറഞ്ഞാൽ ആയിരം എന്നാണ് പറയുന്നത്. ഇരുമ്പ് അയിരിൻ്റെ വ്യവസായശാലകളാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മിനറൽ ബേസ്ഡ് ധാതു ബേസ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രി. ഇറ്റ് ഈസ് ദ ബാക്ക് ബോൺ ഓഫ് ദി ഇൻഡസ്ട്രിയൽ സെക്ടർ ആൻഡ് ഇറ്റ്സ് നോൺ ആസ് ദ പ്രൈമറി ഇൻഡസ്ട്രി. ഈ അയൺ ഓർ ഇൻഡസ്ട്രിയാണ് ഇന്ത്യയിലുള്ള ഇൻഡസ്ട്രീസിൻ്റെ എല്ലാത്തിൻ്റെയും ബാക്ക് ബോൺ, നട്ടെല്ലായിട്ട് വരുന്നത്. അപ്പോൾ ഈ അയൺ നമുക്ക് കിട്ടിയാൽ മാത്രമേ ബാക്കിയുള്ള സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇതിനെ ബാക്ക് ബോൺ ഓഫ് ദി ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. പ്രൈമറി ഇൻഡസ്ട്രിയും ഇത് തന്നെയാണ്. ഇമ്പോർട്ടൻറ്റ് മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രീസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി, കോപ്പർ ഇൻഡസ്ട്രി, അലൂമിനിയം ഇൻഡസ്ട്രി, സിമെൻറ്റ് ഇൻഡസ്ട്രി, കോൾ ഇൻഡസ്ട്രി. ഇതെല്ലാമാണ് മെയിനായിട്ടുള്ള മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രി. വാട്ട് ആർ ദ ഫോളോയിങ് മിനറൽസ് യൂസ്ഡ് ഫോർ? ഫൈൻഡ് ദെയർ യൂസേജ് ആൻഡ് കംപ്ലീറ്റ് ദ ലിസ്റ്റ്. താഴെ കൊടുത്തിരിക്കുന്ന മിനറൽസ് ഒക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ യൂസേജ് ഒക്കെ നമ്മളെടുത്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഹെമറ്റൈറ്റ്, മാനുഫാക്ചറിങ് ഓഫ് അയൺ ബാർസ്, ഇരുമ്പ് കമ്പികളുടെ ഉൽപ്പാദനത്തിന് വേണ്ടിയാണ് ഹെമറ്റൈറ്റ് ഉപയോഗിക്കുന്നത്. സിലിക്ക, മണലാണ്. ഗ്ലാസ് മാനുഫാക്ചറിങ് ആൻഡ് ഹൗസ് കൺസ്ട്രക്ഷൻ, വീട് ഉണ്ടാക്കുന്നതിനും ഗ്ലാസ് ഉണ്ടാക്കുന്നതിനും വേണ്ടിയിട്ടാണ്. ബോക്സൈറ്റ്, എയർക്രാഫ്റ്റ് ആൻഡ് ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ്. ബോക്സൈറ്റ് ഉണ്ടാക്കുന്ന വെച്ച് നമ്മൾ എയർക്രാഫ്റ്റുകളും ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സും ആണ് ഉണ്ടാക്കുന്നത്. ഡയമണ്ട്, ജ്വല്ലറി മേക്കിംഗ് ആൻഡ് ഇൻഡസ്ട്രിയൽ യൂസ്. ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും ജ്വല്ലറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും ആഭരണങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും. കോൾ, റെയിൽവേ, അയൺ ആൻഡ് സ്റ്റീൽ പ്രൊഡക്ഷൻ. അയണും സ്റ്റീലും ഉൽപ്പാദിപ്പിക്കുന്നതിനും അതുപോലെ റെയിൽവേയിലുമാണ് കോൾ ഉപയോഗിക്കുന്നത്. പെട്രോളിയം, പെയിൻ മാനുഫാക്ചറിങ് ആൻഡ് ഫ്യൂവൽ ഫോർ വെഹിക്കിൾസ്. ഇന്ധനം ഉൽപ്പാദിപ്പിക്കുന്നതിനും പെയിന്റ് ഉണ്ടാക്കുന്നതിനും. ഇനി ഗ്രീൻ റെവല്യൂഷൻ അടുത്ത ഹെഡിങ് ആണ്. ദ പ്രീ ഇൻഡിപെൻഡന്റ് ബ്രിട്ടീഷ് ലാൻഡ് ടാക്സ് സിസ്റ്റം പുഷ് ദ ഫാമേഴ്സ് ടു ഇൻഡെപ്റ്റഡ്നെസ്. അതായത് പ്രീ ഇൻഡിപെൻഡന്റ് ബ്രിട്ടീഷ് സ്വാതന്ത്ര്യ മുമ്പ് ഉള്ള ബ്രിട്ടീഷ് റൂളിൻ്റെ സമയത്ത് ലാൻഡ് ടാക്സ്, ഭൂനികുതി ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫാമേഴ്സിന് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവർക്ക് ആ ഭൂനികുതി ഇവർ ഏർപ്പെടുത്തുന്ന ഈ ഇത്രയും പൈസയും അതുപോലെ അവർ പൈസ ഇല്ലെന്നാണെങ്കിൽ അരി എടുത്തിട്ട് പോകും. അവരെന്താണോ കൃഷി ചെയ്യുന്നത് ആ കൃഷി ചെയ്യുന്ന ഉൽപ്പന്നം എടുത്തിട്ട് പോകും. അപ്പോൾ അത് ഇവർക്ക് ഫാമേഴ്സിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവർ കടത്തിൻ്റെ മേൽ കടം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അവർക്ക്. വൈൽ ദെയർ നെഗ്ലെക്റ്റ് ഓഫ് ഫുഡ് ക്രോപ്സ് ലീഡ് ടു ദ ഫുഡ് ഷോർട്ടേജ്. അപ്പോൾ അവരെന്ത് ചെയ്തു, ഫുഡ് ക്രോപ്സ് ഉൽപ്പാദിപ്പിക്കാൻ അവർക്ക് പറ്റാതെയായി. ഈ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ബ്രിട്ടീഷുകാർ കടത്തിൻ്റെ പേരിൽ എടുത്തിട്ട് പോകും. അപ്പോൾ ഇവർക്ക് ഫുഡിൻ്റെ ഷോർട്ടേജ് ഉണ്ടാകാൻ തുടങ്ങി, ഭക്ഷണത്തിന് ക്ഷാമം ഉണ്ടാകാൻ തുടങ്ങി. ലിമിറ്റഡ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ദ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് അഗ്രികൾച്ചറൽ സെക്ടർ. പോസ്റ്റ് ഇൻഡിപെൻഡൻസ് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം എന്താണ് സംഭവിച്ചത്, നമ്മുടെ കാർഷിക മേഖലയിൽ കൃഷിക്കുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ്, അടിസ്ഥാന സൗകര്യങ്ങളുടെ ലഭ്യത കുറവായിരുന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ കുറവായിരുന്നു. ഔട്ട്ഡേറ്റഡ് ടെക്നോളജി കോൺട്രിബ്യൂട്ടഡ് ടു എ ഡിക്ലൈൻഡ് അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി. ഔട്ട്ഡേറ്റഡ് ടെക്നോളജീസ് ആയിരുന്നു. പണ്ട് ഇവരെന്താണ് ഉപയോഗിച്ചിരുന്നത്, മാനുവൽ ലേബർ, പിന്നെ ആനിമൽ ലേബർ, അങ്ങനെയൊക്കെ തന്നെയായിരുന്നു നമ്മൾ വീണ്ടും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതെല്ലാം ഔട്ട്ഡേറ്റഡ് ടെക്നോളജിയാണ്. അതൊക്കെ ഉൽപ്പാദനം കുറച്ചു. അഗ്രികൾച്ചറൽ സെക്ടേഴ്സിന് തന്നെ ഡെവലപ്മെന്റ് ഉണ്ടായിരുന്നില്ല, ഒരു പുരോഗതി ഉണ്ടായിരുന്നില്ല. Above mentioned are some of the problems faced by Indian agricultural sector during the pre-independence and post-independence period. What are the reason for this? അപ്പോൾ ഇൻഡിപെൻഡൻസിന് മുമ്പും ഇൻഡിപെൻഡൻസിന് ശേഷവുമുള്ള കാർഷിക മേഖലയിൽ നടന്ന കുറച്ച് കാര്യങ്ങളാണ് നേരത്തെ നമ്മൾ വായിച്ചത്. അപ്പോൾ ഇതിൻ്റെ റീസൺസ് എന്താണ്, കാരണങ്ങൾ എന്തെല്ലാമാണ് നമ്മളോട് പോയിന്റ് വൈസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ലാൻഡ് ടാക്സ് സിസ്റ്റം ഇംപ്ലിമെന്റഡ് ബൈ ദ ബ്രിട്ടീഷ്. ഇപ്പോൾ ബ്രിട്ടീഷുകാർ ഏർപ്പെടുത്തിയ ലാൻഡ് ടാക്സ്, ഭൂനികുതി, ലിമിറ്റഡ് ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ കുറവായിരുന്നു. നെഗ്ലെക്ട്നെസ് ഓഫ് ഫുഡ് ക്രോപ്സ്, ഭക്ഷ്യ വിളകൾ ഉണ്ടാക്കുന്നതിന് പകരം ബ്രിട്ടീഷുകാർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് തോട്ടവിളകൾക്കാണ്, കൊമേഴ്ഷ്യൽ ക്രോപ്സിനുമായിരുന്നു. ഔട്ട്ഡേറ്റഡ് ടെക്നോളജി, പഴയ ടെക്നോളജീസാണ്, ട്രഡീഷണൽ ടെക്നോളജി ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതിനൊരു പുരോഗതിയൊന്നും മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. ഇൻഡെപ്റ്റ്നെസ് ഓഫ് ഫാമേഴ്സ്, കൃഷിക്കാരുടെ കടം. At the time of our independence, the agricultural sector was facing various problems. അപ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ സമയത്തും സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും കാർഷിക മേഖലയിൽ വളരെ ഇതുപോലുള്ള കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. To solve this crisis, land reforms and green revolution were implemented in independent India.
അപ്പം ഇതെല്ലാം മറികടക്കുന്നതിന് വേണ്ടി സ്വതന്ത്ര ഭാരതത്തിൽ നമ്മൾ എന്ത് ചെയ്തു? ലാൻഡ് റിഫോംസും ഗ്രീൻ റെവല്യൂഷനും കൊണ്ടുവന്നു. ഗ്രീൻ റെവല്യൂഷൻ അറിയാലോ, ഹരിത വിപ്ലവം. ലാൻഡ് റിഫോംസ് പറഞ്ഞാൽ ഭൂമിക്ക് വേണ്ടിയുള്ള പല പോരാട്ടങ്ങളും. വാട്ട് ഈസ് ലാൻഡ് റിഫോം ആക്ട്? ഇനി ലാൻഡ് റിഫോം ആക്ട് എന്താണ്? ആസ് പാർട്ട് ഓഫ് ലാൻഡ് റിഫോം എ ലിമിറ്റ് വാസ് സെറ്റ് ഫോർ ദ പൊസഷൻ ഓഫ് ലാൻഡ് എ പേഴ്സൺ കുഡ് ഓൺ. അപ്പോൾ ലാൻഡ് റിഫോം ആക്ട് എന്ന് പറഞ്ഞാൽ ഭൂസംരക്ഷണ നിയമമാണ്. ഈ ഭൂസംരക്ഷണ നിയമത്തിനകത്ത് ഒരു പ്രത്യേക ലിമിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരാൾക്ക് ഇത്ര ആ, ഭൂമി മാത്രമേ കൈവശം വെക്കാൻ സാധ്യമുള്ളൂ. അതിൽ കൂടുതൽ ഭൂമി വന്നാൽ അവരെന്ത് ചെയ്യും? ഗവൺമെന്റ് അതിനെ ടേക്ക് ഓവർ ചെയ്തിട്ട് ഭൂമി ഇല്ലാത്ത പെസൻസിനും ടെനൻസ് എന്ന് പറഞ്ഞാൽ കുടികിടപ്പുകാർ, പെസൻസ് എന്ന് പറഞ്ഞാൽ കർഷകർക്കും കുടികിടപ്പുകാർക്കും എന്ത് ചെയ്യും? അത് വീതിച്ചു കൊടുക്കും. ഇതാണ് ലാൻഡ് റിഫോം ആക്ട് സംഭവിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇത് ലാൻഡ് റിഫോം ആക്ടിന്റെ ബേസിക് പോളിസി ഇതാണ്. ആ, നമുക്ക് തന്നിരിക്കുന്ന ലിമിറ്റിലധികം ഭൂമി നമ്മുടെ കൈവശം ഉണ്ടെന്നാണെങ്കിൽ അത് ഗവൺമെന്റ് പിടിച്ചെടുക്കും. എന്നുവെച്ചാൽ അത് ഭൂമി ഇല്ലാത്ത ആൾക്കാർക്ക് കൊടുക്കും. ടെനൻസിനും പെസൻസിനുമാണ് കൊടുക്കുക. ഇറ്റ് വാസ് ടേക്കൻ ദ ലാൻഡ് എബവ് ദ ലിമിറ്റ് വാസ് നോൺ ആസ് സർപ്ലസ് ലാൻഡ്. സർപ്ലസ് ലാൻഡ് എന്നാണ് ഭൂമി ലിമിറ്റിൽ കൂടുതൽ ഭൂമി നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ അതിനുള്ള സർപ്ലസ് ലാൻഡ് എന്നാണ് പറയുന്നത്. അതായത് കൂടുതൽ ഉള്ളതിൽ കൂടുതൽ ലാൻഡ്. ഇറ്റ് വാസ് ടേക്കൻ ഓവർ ബൈ ദ ഗവൺമെന്റ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദ ലാൻഡ്ലെസ് പെസൻസ് ആൻഡ് ടെനൻസ്. ആസ് എ റിസൾട്ട് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ഇൻക്രീസ്ഡ്. അപ്പം ഇതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് സംഭവിച്ചു? അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ്, കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഒരു വർധനവ് തന്നെ ഉണ്ടായി. എല്ലാവരും കൃഷി ചെയ്യാൻ തുടങ്ങി. കേരള ബിക്കേം എ മോഡൽ ഫോർ ഇന്ത്യ ബൈ ബിക്കമിങ് വൺ ഓഫ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് ടു ഇംപ്ലിമെന്റ് ദ ലാൻഡ് റിഫോം ആക്ട്. അപ്പോൾ ലാൻഡ് റിഫോം ആക്ട് നടപ്പിലാക്കിയ ആദ്യത്തെ സ്റ്റേറ്റ് കേരളയാണ്. കേരളത്തിലാണ് ലാൻഡ് റിഫോം ആക്ട് ആദ്യമായിട്ട് നടപ്പിലായത്. വാട്ട് ഈസ് ഗ്രീൻ റെവല്യൂഷൻ? ഗ്രീൻ റെവല്യൂഷൻ എന്താണ്? വാട്ട് വാസ് ദ പ്രോഗ്രാം ദാറ്റ് മാസീവ്ലി ഇൻക്രീസ് ദ പ്രൊഡക്ഷൻ? ഗ്രീൻ റെവല്യൂഷനാണ് നമുക്ക് പ്രൊഡക്ഷൻ കൂട്ടിയ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രധാനമായിട്ടുള്ള പ്രോഗ്രാം. ഫുഡ് ഗ്രെയിൻസ് യൂസിങ് ഹൈ yield seeds, fertilizers, pesticides, new technologies, loans at low interest rate and scientific irrigation. അതായത് ഗ്രീൻ റെവല്യൂഷൻ്റെ സമയത്ത് ഗ്രീൻ റെവല്യൂഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്തൊക്കെ കിട്ടി? നല്ല വിളവ് കിട്ടുന്ന വിത്തിനങ്ങൾ കിട്ടാൻ തുടങ്ങി, ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും കിട്ടാൻ തുടങ്ങി, വളവും അതുപോലെ കീടനാശിനികളും കിട്ടാൻ തുടങ്ങി, പുതിയ പുതിയ ടെക്നോളജികൾ വരാൻ തുടങ്ങി. സ്പ്രിംഗ് ഇറിഗേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വെള്ളം എല്ലാ സ്ഥലത്തേക്കും വീഴുന്നതിന് വേണ്ടിയിട്ടും, പിന്നെ ഡ്രിപ്പ് ഇറിഗേഷൻ, അങ്ങനെ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇറിഗേഷൻ പ്രോജക്ട്സ് കൊണ്ടുവരാൻ തുടങ്ങി. പിന്നെ കുറഞ്ഞ പലിശയ്ക്ക് ലോൺ കൊടുക്കാൻ തുടങ്ങി കർഷകർക്ക്. ഇതെല്ലാം ചെയ്യാൻ തുടങ്ങിയത് ഗ്രീൻ റെവല്യൂഷന്റെ ഭാഗമായിട്ടാണ്. എമംഗ് ഫുഡ് ഗ്രെയിൻസ് ദ റിസൾട്ട് ഓഫ് ഗ്രീൻ റെവല്യൂഷൻ വാസ് ഫസ്റ്റ് വിസിബിൾ ഇൻ വീറ്റ് പ്രൊഡക്ഷൻ. അപ്പോൾ ഭക്ഷ്യവിളകളുടെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വീറ്റിൻ്റെ പ്രൊഡക്ഷനാണ് ഏറ്റവും കൂടുതൽ ഇൻക്രീസ് ചെയ്തത്. ഗോതമ്പിൻ്റെ ഉൽപ്പാദനമാണ് ഏറ്റവും കൂടുതൽ കൂടിയത്. ഹെൻസ് ഇറ്റ് ഈസ് കോൾഡ് വീറ്റ് റെവല്യൂഷൻ. അതുകൊണ്ട് ഇതിനെ വീറ്റ് റെവല്യൂഷൻ എന്നും വിളിക്കും. ഫാദർ ഓഫ് ഇന്ത്യൻ ഗ്രീൻ റെവല്യൂഷൻ ഡോക്ടർ MS സ്വാമിനാഥൻ വാസ് ബോൺ ഓൺ August 7, 1925 ഇൻ കുംഭകോണം, തമിഴ്നാടു. തമിഴ്നാട്ടിലെ കുംഭകോണത്തിലാണ് ഡോക്ടർ MS സ്വാമിനാഥൻ ജനിച്ചത്. ഇദ്ദേഹമാണ് ഗ്രീൻ റെവല്യൂഷന്റെ ഫാദർ, ഇന്ത്യയിലുള്ള പിതാവെന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യൻ ഗ്രീൻ റെവല്യൂഷന്റെ പിതാവ് ഡോക്ടർ S സ്വാമിനാഥൻ. മേ ബി ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചോദിക്കാം. ഹി സർവ്ഡ് ആസ് ദ ഫസ്റ്റ് ഡയറക്ടർ ഓഫ് ദ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് ഇന്ത്യൻ കൗൺസിലിന്റെ ആദ്യത്തെ ഡയറക്ടർ ഇദ്ദേഹമായിരുന്നു. Though 70% of population were farmers, our country was still importing food grains. 70% നമ്മുടെ ഇന്ത്യയിൽ കർഷകരായിരുന്നെങ്കിൽ പോലും നമ്മൾ അരിക്കും സാധനങ്ങൾക്കും വേണ്ടി മറ്റുള്ള രാജ്യങ്ങളെ ആശ്രയിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ മറ്റുള്ള രാജ്യത്തിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യും ഈ ഭക്ഷ്യവസ്തുക്കൾ. To find a solution to this problem, Dr. MS Swaminathan, in collaboration with Norman E. Borlaug, implemented Green Revolution. അപ്പോൾ ഇതിനൊരു പരിഹാരം കാണുന്നതിന് വേണ്ടിയാണ് ഗ്രീൻ റെവല്യൂഷൻ ഇവിടെ പരീക്ഷിക്കാൻ തീരുമാനിച്ചത്. ആസ് എ റിസൾട്ട് പ്രൊഡക്ഷൻ ഇൻക്രീസ് ബൈ 5 million tons ഓവർ ദ പ്രീവിയസ് ഹാർവെസ്റ്റ്. ഇതിന്റെ ഫലമായിട്ട് 5 million ടണ്ണാണ് കാർഷിക വിളകളുടെ ഉൽപാദനം കൂടിയത്. ഫോളോയിങ് ദിസ് ഇന്ത്യ ബിക്കേം സെൽഫ് സഫിഷ്യന്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ. ഇതിന് ശേഷമാണ് ഇന്ത്യ ഫുഡ് പ്രൊഡക്ഷന്റെ കാര്യത്തിൽ, ഭക്ഷ്യവിളകൾ ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ കാര്യത്തിൽ സെൽഫ് സഫിഷ്യന്റ് ആയത്.
സ്വയം പര്യാപ്തരായത്. ഹി പ്ലേഡ് ദ ലീഡിംഗ് റോൾ ഇൻ ദീസ് അച്ചീവ്മെന്റ്സ് ആൻഡ് വാസ് ഹോണേർഡ് ബൈ ദ നേഷൻ വിത്ത് പത്മശ്രീ. അപ്പോൾ ഇദ്ദേഹം ഒരു പ്രധാന പങ്കാണ് ഈ ഒരു ഗ്രീൻ റെവല്യൂഷൻ്റെ ഈ ഒരു കാര്യത്തിൽ വഹിച്ചത്. അതുകൊണ്ട് തന്നെ രാജ്യം ഇദ്ദേഹത്തിന് പത്മശ്രീ, പത്മഭൂഷൺ, ഭാരത് രത്ന എന്നീ അവാർഡുകൾ കൊടുത്ത് ആദരിച്ചു. ഹി പാസ്ഡ് അവേ ഓൺ 28 സെപ്റ്റംബർ 2023 ഇൻ ചെന്നൈ. ചെന്നൈയിൽ 2023 അദ്ദേഹം ഇഹലോകം വാസം വെടിഞ്ഞത്. എക്സ്പ്ലെയിൻ ദ ലിമിറ്റേഷൻ ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് ഗ്രീൻ റെവല്യൂഷൻ. ഇനി ഗ്രീൻ റെവല്യൂഷൻ്റെ ബെനിഫിറ്റുകളും ഗുണങ്ങളും ദോഷങ്ങളും പറയാനുണ്ട്. ദോഷമല്ല, ലിമിറ്റേഷൻസ് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് ഗ്രെയിൻസ്. ബെനിഫിറ്റ്സ് നോക്കാം ആദ്യം. എൻഷുർഡ് സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ്. പ്രൈസ് ഓഫ് ഫുഡ് ഗ്രെയിൻസ് ഡ്രോപ്ഡ്. വിളകളുടെ വില കുറഞ്ഞു ഈ സമയത്ത്. ഗ്രീൻ റെവല്യൂഷൻ്റെ ഭാഗമായിട്ട് രണ്ടാമത്തെ വർഷം വിളകളുടെ വില കുറച്ച് കുറഞ്ഞു. എല്ലാവർക്കും അത് വാങ്ങാം എന്നുള്ള ഒരു സംഭവങ്ങളൊക്കെ ആയി. നേരത്തെ നല്ല വില കൂടുതലായിരുന്നു. ദ ബ്ലാക്ക് മാർക്കറ്റിംഗ് ആൻഡ് ഹോർഡിംഗ് ഓഫ് ഫുഡ് ഗ്രെയിൻസ് ഡിക്ലൈൻഡ്. ഇപ്പോൾ ബ്ലാക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ പൂഴ്ത്തി വെക്കുക, കരിഞ്ചന്തയിൽ പൂഴ്ത്തി വെച്ചെന്ന് പറയില്ലേ, അത് കഴിഞ്ഞിട്ട് ഫുഡ് ഗ്രെയിൻസ്, ഹോർഡിംഗ് ഓഫ് ഫുഡ് ഗ്രെയിൻസ്, ഈ പൂഴ്ത്തി വെപ്പും കരിഞ്ചന്തയൊക്കെ കുറഞ്ഞു. ഡിപ്പെൻഡൻസ് ഓൺ ഫുഡ് ഇമ്പോർട്ട് ആസ് ഡിക്രീസ്ഡ്. പുറത്തുനിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഭക്ഷ്യവിളകളുടെ അളവ് കുറഞ്ഞു. നമ്മൾ പുറത്തുനിന്ന് ഫുഡ് വാങ്ങാതെയായി, മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ഭക്ഷ്യവിളകൾ വാങ്ങാതെയായി. റിസർവ്സ് കുഡ് ബി കെപ്റ്റ് ഫോർ യൂസ് ഇൻ കേസ് ഓഫ് ഫുഡ് ഷോർട്ടേജ്. നമുക്ക് ബാക്കി വരുന്ന ഫുഡ് എന്ത് ചെയ്യും, നമ്മളത് സ്റ്റോർ ചെയ്ത് വെക്കാൻ തുടങ്ങി. ഇനി എപ്പോഴെങ്കിലും ഒരു കാലത്ത് ഫുഡ് ഷോർട്ടേജ് വന്നാൽ നമുക്കത് യൂസ് ചെയ്യാന്നുള്ള രീതിയിൽ. ഇനി ലിമിറ്റേഷൻസ് എന്താണെന്ന് നോക്കാം. ഡ്യൂ ടു എക്സസീവ് യൂസ് ഓഫ് വാട്ടർ, ഗ്രൗണ്ട് വാട്ടർ ലെവൽ ഡിക്രീസ് ഡ്രാസ്റ്റിക്കലി. നമ്മൾ കൃഷിക്ക് വേണ്ടി വെള്ളം ഉപയോഗിക്കാൻ തുടങ്ങിയത് കൊണ്ട് ഗ്രൗണ്ട് വാട്ടർ ലെവൽ, മണ്ണിനടിയിൽ നമുക്കൊരു വാട്ടർ ടേബിൾ ഉണ്ടാകും. അവിടെ നിന്നാണ് നമുക്ക് വെള്ളം, ഭൂഗർഭജലം എടുക്കുന്നത്. അപ്പോൾ ഈ ഭൂഗർഭജലം എടുത്ത് യൂസ് ചെയ്യണത് കൊണ്ട് ആ ഒരു മണ്ണിനടിയിലുള്ള വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു. എക്സസീവ് യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ് റെഡ്യൂസ് ദ നാച്ചുറൽ ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ. കൂടുതൽ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി, കീടനാശിനികളും വളപ്രയോഗങ്ങളൊക്കെ നടത്താൻ തുടങ്ങി. അപ്പോൾ ഇത് നമ്മുടെ മണ്ണിൻ്റെ ഫലപുഷ്ടി കുറച്ചു, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കീടനാശിനികളൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട്. ന്യൂ ടെക്നോളജി കുഡ് നോട്ട് ബി അഫോർഡ് ബൈ സ്മോൾ ഫാമേഴ്സ്. ദേ കൺഫേം ടു പ്രൊഡക്ഷൻ ഓഫ് റൈസ് ആൻഡ് വീറ്റ്. അപ്പോൾ പുതിയ പുതിയ ടെക്നോളജികളൊക്കെ ഒന്നും ചെറിയ കർഷകർക്ക് താങ്ങാൻ പറ്റാത്തതാണ്. അതെല്ലാം അവർക്കൊന്നും അഫോർഡബിൾ അല്ല. അഫോർഡബിൾ എന്ന് പറഞ്ഞാൽ വാങ്ങാൻ സാധിക്കില്ല, അവർക്ക് അതൊന്നും ഉപയോഗിക്കാൻ സാധിക്കാത്തതാണ്. അവർക്ക് അത്രയും ചിലവ് എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്യും, നെൽകൃഷിയിലേക്കും ഗോതമ്പ് കൃഷിയിലേക്കും മാത്രം ചുരുങ്ങി. ഡിസ്കസ് ആൻഡ് മേക്ക് ഷോർട്ട് നോട്ട് ഓൺ ഹൗ ഗ്രീൻ റെവല്യൂഷൻ ഹെൽപ്പ് ടു എറാഡിക്കേറ്റ് ഫുഡ് ഷോർട്ടേജ് ആൻഡ് പോവർട്ടി ഇൻ ഇന്ത്യ. റൈറ്റ് ദ ബെനിഫിറ്റ്സ് ഓഫ് ഗ്രീൻ റെവല്യൂഷൻ. ഇപ്പം ഇതിൻ്റെ ആൻസർ നമുക്ക് ആ ബെനിഫിറ്റ്സ് ഓഫ് ഗ്രീൻ റെവല്യൂഷൻ തന്നെ എഴുതിയാൽ മതി. പിന്നെ അതുപോലെ ഫസ്റ്റ് ഗ്രീൻ റെവല്യൂഷൻ്റെ ആ ഒരു പാരഗ്രാഫ് ഉണ്ടല്ലോ, ആ പാരഗ്രാഫിലുണ്ട് ഒരു വർഷം കൊണ്ട് നമുക്ക് ഷോർട്ടേജ് മാറി സർപ്ലസ് ഫുഡ് ഗ്രെയിൻസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. ആ ഒരു സെൻറ്റൻസ് കൂടി എഴുതാം. നോർമാൻ ഇ ബോർലോഗ് is the father of green revolution that saved thousands of people from starvation around the world. He was born on 25th March 1914 in US and believed that freedom from hunger was the first step towards peace. അപ്പോൾ ഇദ്ദേഹം 1914 USA ജനിച്ചതാണ്. അദ്ദേഹം വിശ്വസിച്ചിരുന്നത് സമാധാനത്തിലേക്കുള്ള ആദ്യ പടി വിശപ്പിൽ നിന്നുള്ള മോചനമാണെന്നാണ്, വിശപ്പിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. ഹി റിസീവ്ഡ് ദ നൊബൽ പ്രൈസ് ഫോർ പീസ് ഇൻ 1970. 1970 സമാധാനത്തിൻ്റെ വേണ്ടിയുള്ള നൊബേൽ സമ്മാനം ഇദ്ദേഹത്തിനാണ് ലഭിച്ചത്. പോവർട്ടി മീൻസ്, ഇനി അടുത്തത് എന്താണ് പോവർട്ടി, പട്ടിണി അല്ലെ ദാരിദ്ര്യം എന്താണെന്നുള്ളതാണ് അടുത്തത്. Two friends reached his home in search of him. They could not see him at home. No one in the family knew where he went. At last, they entered the room in search and searched. The boy was crouching under the bed doing maths on a slate. They asked, Can't you do this on paper? രണ്ട് സുഹൃത്തുക്കൾ ഒരു കുട്ടീനെ അന്വേഷിച്ച് അവൻ്റെ വീട്ടിലെത്തി. അവിടെ ആരെയും കാണുന്നില്ല, കുടുംബത്തിലുള്ള ആരും അവിടെ ഉണ്ടായിരുന്നില്ല. അറ്റ് ലാസ്റ്റ് അവർ കട്ടലിൻ്റെ അടിയിൽ നിന്ന് ഈ കുട്ടീനെ കണ്ടു കിട്ടി. അവൻ ആ കട്ടലിൻ്റെ അടിയിൽ കിടന്ന് സ്ലേറ്റിൽ എന്തോ എഴുതുകയായിരുന്നു, എന്തോ കണക്കിൻ്റെ എന്തൊക്കെയോ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവർ ചോദിക്കും, നിനക്കിത് പേപ്പറിൽ എഴുതിക്കൂടെയെന്ന്. മൈ ഫാദർ ഈസ് സ്ട്രഗ്ലിംഗ് ടു പ്രൊവൈഡ് മീ ഫുഡ്, ഹൗ ക്യാൻ ഹി ബൈ പേപ്പർ ഫോർ മീ? എൻ്റെ അച്ഛൻ ഭക്ഷണത്തിന് വേണ്ടിയേ ഞെരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്,
കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് എനിക്കൊരു പേപ്പർ വാങ്ങി തരുന്നത്? ദോസ് ഫ്രണ്ട്സ് വെയർ ഡീപ്ലി ഹേർട്ട് ബൈ ഹിസ് ആൻസർ. അപ്പോൾ ആ സുഹൃത്തുക്കൾ ഈ ഒരു ഉത്തരത്തിൽ വളരെ ദുഃഖിതരായി. ഇത് ആരെ പറ്റിയാണ് ഇത് എഴുതിയിരിക്കുന്നത്? യു ഹാവ് റീഡ് ആൻ എക്സാക്ട് ഫ്രം ദ ബയോഗ്രഫി ഓഫ് Srinivasa Ramanujan, an Indian mathematician who has been described as a mathematical wizard. അപ്പോൾ കണക്കിൻ്റെ രാക്ഷസൻ എന്നാണ് ഇദ്ദേഹത്തിന്, കണക്കിലെ ഒരു മന്ത്രവാദി എന്നൊക്കെയാണ്. വിസാർഡ് എന്ന് പറഞ്ഞാൽ മന്ത്രവാദി എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ കണക്കിൻ്റെ മന്ത്രവാദിയാണെന്നാണ് ശ്രീനിവാസ രാമാനുജനെ പറഞ്ഞിരുന്നത്. ഇദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഈ രണ്ട് സുഹൃത്തുക്കൾ വന്നത്. അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫിയിൽ നിന്നാണ് ഈ ഒരു പാർട്ട് എടുത്തിരിക്കുന്നത്. Many people in our society are unable to meet even their basic needs. What can we call the condition of not being able to fulfill such needs? അപ്പം കുറേ ആൾക്കാർക്ക്, സമൂഹത്തിലുള്ള കുറേ ആൾക്കാർക്ക് അവരുടെ നിത്യജീവിതത്തിലുള്ള കാര്യങ്ങൾ പോലും ചെയ്യാനിട്ടോ അത് ചെയ്യാണ്ട് ഇത് ബേസിക് നീഡ്സ്, നിത്യജീവിതത്തിൽ അത്യാവശ്യമായിട്ടുള്ള ഘടകങ്ങളായ ഭക്ഷണം, വസ്ത്രം എന്നിവ പോലും കിട്ടാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ഇവർക്ക് ഇങ്ങനൊരു കണ്ടീഷനെ എന്താണ് നമ്മൾ വിളിക്കുക? നമ്മളിതിനെ പോവർട്ടി എന്നാണ് പറയുക, അല്ലേ? പോവർട്ടി, വാട്ട് ഈസ് പോവർട്ടി? അതിൻ്റെ ആൻസർ മാർക്ക് ചെയ്തിട്ടുണ്ട്. പോവർട്ടി ഈസ് എ കണ്ടീഷൻ ഇൻ വിച്ച് ബേസിക് ഹ്യൂമൻ നീഡ്സ് സച്ച് ആസ് ഫുഡ്, ക്ലോത്തിങ്, ഷെൽട്ടർ, എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് ആർ നോട്ട് ആക്സസബിൾ ആസ് പെർ ദ റിക്വയർമെൻറ്റ്സ്. നമുക്ക് ഒരു വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ഭക്ഷണമോ പാർപ്പിടമോ വസ്ത്രമോ അതുപോലെ വിദ്യാഭ്യാസമോ ആരോഗ്യമോ കിട്ടാതിരിക്കുന്ന ഒരവസ്ഥേനെയാണ് എന്ത് പറയുന്നത്? പോവർട്ടി അല്ലെങ്കിൽ ദാരിദ്ര്യം എന്ന് പറയുന്നത്. ദ പുവർ ആർ ദോസ് ഹൂ ഡു നോട്ട് ഹാവ് ദ ആക്സസ് ടു ഇൻകം ഓർ പ്രോപ്പർട്ടി ടു മീറ്റ് ഈവൻ ദർ ബേസിക് നീഡ്സ്. ഇപ്പം പാവപ്പെട്ടവരെന്ന് പറഞ്ഞ് നമ്മൾ പറയുന്നത് ആരെയാണ്? ദാരിദ്ര്യരേഖയിൽ താഴെയുള്ളവർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയാറുണ്ടല്ലോ. അത് ആരാണ്? അവർക്ക് സ്വന്തമായിട്ട് വരുമാനമോ സ്വന്തമായിട്ട് വസ്തുവോ ഇല്ലാത്ത ആൾക്കാരായിരിക്കും. അവർക്ക് സ്വന്തം കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി പോലും പ്രാപ്തിയില്ല. ഈ വരുമാനമില്ലാത്തത് കൊണ്ട് അവർക്ക് അതിനുള്ള പ്രാപ്തി ഇല്ലാത്ത ആൾക്കാരായിരിക്കും. വാട്ട് ഈസ് പോവർട്ടി ലൈൻ? പോവർട്ടി ലൈൻ അതായത് ദാരിദ്ര്യരേഖ എന്താണ്? എ പോവർട്ടി ലൈൻ ഈസ് എൻ ഇമാജിനറി ലൈൻ ദാറ്റ് ഡിവൈഡ്സ് ദ പോപ്പുലേഷൻ ഓഫ് എ കൺട്രി ഇൻടു ദോസ് ഹു ആർ പുവർ ഓർ നോട്ട്. അപ്പോൾ ദാരിദ്ര്യരേഖ എന്താണ്? അതൊരു ഇമാജിനറി ലൈനാണ്, ഒരു സാങ്കല്പിക രേഖയാണ്. ഇത് നമ്മുടെ ജനസംഖ്യനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. അതായത് അവരുടെ സ്വന്തം കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ സാധിക്കുന്നു, അതായത് ഇൻകം, അവരുടെ സ്വന്തമായിട്ട് വരുമാനമുണ്ടോ, ആ വരുമാനത്തിൽ നിന്ന് അവർക്ക് ആവശ്യ വസ്തുക്കൾ കിട്ടുന്നുണ്ടോ, അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ പോവർട്ടി ലൈനിന് മേലെയും അങ്ങനെ ഇല്ലാത്ത ആൾക്കാരെയൊക്കെ പോവർട്ടി ലൈനിൻ്റെ താഴെയും എന്നിട്ട് വെക്കും. ആ ഒരു ഇമാജിനറി ലൈനാണ് പോവർട്ടി ലൈൻ. പോവർട്ടി ഇൻ ആ കൺട്രി ഈസ് കാൽക്കുലേറ്റഡ് ബേസ്ഡ് ഓൺ വൺസ് ഇൻകം ആൻഡ് ദ കലോറീസ് ഒബ്റ്റെയിൻഡ് ഫ്രം ദ ഫുഡ്. പോവർട്ടി ലൈൻ, നമ്മുടെ നാട്ടിലെ പോവർട്ടി ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ അവരുടെ വരുമാനവും അതുപോലെ അവരുടെ ഭക്ഷണവും വെച്ചിട്ടാണ്, ഭക്ഷണത്തിൽ എത്ര കാലോറീസ് അവർക്ക് കിട്ടുന്നുണ്ടെന്നുള്ളത് വെച്ചിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത്. ലെറ്റ് us എക്സാമിൻ ദ റീസൺ ദാറ്റ് ലീഡ് പീപ്പിൾ ടു പോവർട്ടി. അപ്പോൾ ഇനി പോവർട്ടിയിലേക്ക് നയിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലായ്മ, ഇൻഡെപ്റ്റഡ്നെസ് അതായത് കടം, സാമ്പത്തിക ബാധ്യതയും കടവും, ഇനീക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ തുല്യമായിട്ട് കിട്ടാത്തത്, എല്ലാവർക്കും ഒരുപോലെ അവസരങ്ങൾ കിട്ടാത്തത്, മൂലധനത്തിൻ്റെ അഭാവം. മൂലധനം നമുക്ക് നമ്മുടെ കയ്യിലുണ്ടാവുന്ന ഒരു ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് മൂലധനം എന്നുള്ളത്, അത് ഇല്ലാത്തത്. ഓവർ പോപ്പുലേഷൻ, ജനസംഖ്യ വർധനവ്, ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിന് കുറവ്, പ്രൈസ് റൈസ്, വില കൂടുതൽ, വിലക്കയറ്റം, അൺബാലൻസ്ഡ് വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ, സമ്പത്ത് ഒരു ബാലൻസ് അല്ലാത്ത രീതിയിൽ പലർക്കും പല രീതിയിലുള്ള ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാമാണ് പോവർട്ടിയിലേക്ക് നയിക്കുന്നത്. കംപ്ലീറ്റ് ദ സൺ ഡയഗ്രാം ബൈ ഫൈൻഡിങ് ഔട്ട് അതർ കോസസ് ആൻഡ് ദർ ലീഡ്സ് ടു പോവർട്ടി. അപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. വാട്ട് ഈസ് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്? മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് MPI എന്താണെന്ന് നോക്കാം. ഈസ് എ ന്യൂ മെത്തേഡ് ഡെവലപ്പ് ടു മെഷർ ഗ്ലോബൽ പോവർട്ടി. ആഗോള ദാരിദ്ര്യം എത്രത്തോളം ഉണ്ടെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു മെത്തേഡാണ് MPI. It was jointly prepared by the Oxford Poverty and the Human Development Initiative and the United Nations Development Program. അപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ആരെല്ലാമാണ്? ഓക്സ്ഫോർഡ് പോവർട്ടി
ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇനീഷ്യേറ്റീവ്, ഇതെല്ലാം ഓരോ ഓർഗനൈസേഷൻസ് ആണ്. ഇവരാണ് ഇതെല്ലാം ഇത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഈസ് കാൽക്കുലേറ്റഡ് ബൈ അസസിങ് 12 ഇൻഡിക്കേറ്റേഴ്സ് അക്രോസ് 3 ഡയമെൻഷൻസ്. ഇപ്പോൾ 12 സൂചികകൾ നോക്കിയിട്ടാണ് ഇത് നമ്മൾ തീരുമാനിക്കുന്നത്. ഹെൽത്ത്, എഡ്യൂക്കേഷൻ, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ഇതിനകത്ത് 3 ഡയമെൻഷൻസ് ആണ്, 3 കാര്യങ്ങളിലാണ് ഈ 12 സൂചികകൾ നോക്കുന്നത്. ഹെൽത്ത്, ആരോഗ്യം, വിദ്യാഭ്യാസം, ജീവിത നിലവാരം ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ഹൗസ് ഹോൾഡ്. ഡിഡിൻ യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇൻകം ഈസ് നോട്ട് ദ ഓൺലി ക്രൈറ്റീരിയ ഫോർ മെഷറിംഗ് പോവർട്ടി? ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഇൻകം അല്ല, ഇൻകം മീൻസ് വരുമാനം മാത്രമല്ല നമ്മുടെ ഒരു ദാരിദ്ര്യത്തിൻ്റെ ദാരിദ്ര്യം അളക്കുന്നതിനുള്ളൊരു മാർഗരേഖ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇൻകം മാത്രമല്ല എന്ന് മനസ്സിലായില്ലേ? Multidimensional poverty is calculated by taking into accounts how much each individual and family can achieve in terms of health, education and standard of living. ഇപ്പോൾ മൾട്ടിഡയമെൻഷണൽ പോവർട്ടി MPI കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു കുടുംബത്തിന് അവരുടെ ഹെൽത്ത്, ആരോഗ്യം, അവരുടെ മക്കൾക്ക് കൊടുക്കുന്ന വിദ്യാഭ്യാസം, അവരുടെ ജീവിത നിലവാരം എന്നിവയെല്ലാം നോക്കിയിട്ടാണ് MPIയിൽ പെടുവോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. ഇനി ഹെൽത്ത്, എഡ്യൂക്കേഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഹെൽത്തിൻ്റെ കാര്യത്തിൽ ന്യൂട്രീഷൻ, ചൈൽഡ് ആൻഡ് അഡോളസെൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്സ്, മെറ്റേണൽ ഹെൽത്ത്, ഇത് 3 ഹെൽത്തിൻ്റെ കാര്യത്തിൽ നോക്കുന്നത്. എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ സ്കൂൾ എഡ്യൂക്കേഷൻ, സ്കൂൾ അറ്റൻഡൻസ്, സ്കൂൾ വിദ്യാഭ്യാസം, സ്കൂളിൽ എല്ലാ ദിവസവും പോകുന്നുണ്ടോ എന്ന് നോക്കും. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, കുക്കിംഗ്, ഫ്യൂവൽ, സാനിറ്റേഷൻ, ഡ്രിങ്കിങ് വാട്ടർ, ഇലക്ട്രിസിറ്റി, ഹൗസിംഗ്, അസറ്റ്സ്, ബാങ്ക് അക്കൗണ്ട്സ്, ഇതെല്ലാം നമ്മൾ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിൽ നോക്കാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പ്രധാനമന്ത്രിയുടെ ഒരു പദ്ധതി വന്നിട്ടുണ്ടായിരുന്നില്ലേ, എല്ലാ വീട്ടിലേക്കും ഗ്യാസ് എന്ന് പറഞ്ഞിട്ട്, ഗ്യാസ് കണക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പദ്ധതി വന്നിട്ടുണ്ടായിരുന്നല്ലോ. ആധാർ കാർഡും റേഷൻ കാർഡും ഉള്ള എല്ലാവർക്കും ഗ്യാസ് കണക്ഷൻ കിട്ടുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതെല്ലാം ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ദ ഗ്രാഫ് ഷോസ് ദ പോവർട്ടി ലെവൽ ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് ഓഫ് അവർ കൺട്രി ഫോർ ഇയർ 2015-16 ആൻഡ് 2019-21 as per the multidimensional poverty index approved by NITI ആയോഗ്. അപ്പോൾ NITI ആയോഗിൻ്റെ ഒരു ഗ്രാഫാണ് നമുക്ക് താഴെ തന്നിട്ടുള്ളത്. അപ്പം നമ്മുടെ ഭാരതം എവിടെയാണ് നിൽക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഭാരതത്തിൽ ഈ ഏതെല്ലാം സ്റ്റേറ്റ് എവിടെയാണെന്ന് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അതുപോലെ കേരളം എവിടെയാണെന്ന് നോക്കാം. കേരളത്തിൻ്റെ ഒന്ന് നോക്കൂ. കേരളം താഴെയാണ് വന്നിട്ടുള്ളത്. 0.55%, അത് 2019-21 0.55%, 2015-16 0.70% അപ്പോൾ നമ്മുടെ പോവർട്ടി ലെവൽ കുറഞ്ഞു എന്നാണ് ഇതിൻ്റെ അർത്ഥം. 70-ൽ നിന്നും 55 ആയില്ലേ, അപ്പോൾ അത് പോവർട്ടി കുറഞ്ഞു, 15% കുറഞ്ഞിട്ടുണ്ട്. Observe the figure given above. Find Kerala's position among Indian state according to multidimensional poverty index. 28ാമത്തെ പൊസിഷനിലാണ് ഇന്ത്യ നിൽക്കുന്നത്. മേലെ നിന്ന് താഴത്തേക്ക് വരുമ്പോഴാണെങ്കിൽ 28ാമത്തെ പൊസിഷനിലാണ് 9th പൊസിഷനിലാണ് ഇന്ത്യ നിൽക്കുന്നത്. താഴേന്ന് മേലേക്കാണെങ്കിൽ, കുറവ് ഉള്ള ആൾക്കാരുടെ ആണെങ്കിൽ. ഫൈൻഡ് ഔട്ട് ഹൗ മച്ച് ഓഫ് കേരളാസ് പോവർട്ടി ഹാസ് ഡിക്രീസ്ഡ് ഇൻ 2019-21 കമ്പയർ ടു 15-16. അപ്പോൾ 70 ഇതിൽ നിന്ന് 55-ലേക്ക് കുറഞ്ഞു, 15% കുറഞ്ഞു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഫൈൻഡ് ഔട്ട് ഹൗ കേരള ഹാസ് അച്ചീവ്ഡ് ദിസ് ആൻഡ് മേക്ക് എ നോട്ട്. ഇത് എങ്ങനെയാണ് കേരളം സാധിച്ചത് എന്നതിനെ പറ്റിയാണ് അടുത്ത ചോദ്യം. ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുത്തു, സോഷ്യൽ വെൽഫെയർ സ്കീംസ് കൊടുത്തു, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം കൊടുത്തു, ഫുഡ് സെക്യൂരിറ്റി കൊടുത്തു. ഇനി ഇതിനെല്ലാത്തിനെയും വിവരിച്ചെഴുതണം എന്നാണെങ്കിൽ താഴെ ഞാൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന എല്ലാം എഴുതണം. ഇതൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇത്രയും മാത്രം എഴുതിയാൽ മതി. അതല്ല ഒരു 3 മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ ഇത് ഓരോന്നും വിവരിച്ച് തന്നെ നമ്മൾ എഴുതണം. ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുത്തു, എല്ലാവർക്കും വിദ്യാഭ്യാസം, പാഠപുസ്തകം ഫ്രീ ആയിട്ട് കൊടുത്തു, അതെല്ലാം നമ്മൾ എഴുതേണ്ടി വരും. പിന്നെ സോഷ്യൽ വെൽഫെയർ സ്കീം എന്ന് പറയുമ്പോൾ നമ്മൾ കുടുംബശ്രീ, അതുപോലെ സെൽഫ് എംപ്ലോയ്മെൻറ്റ്, വേജ് എംപ്ലോയ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളത്, സ്നേഹ സാന്ത്വനം, എക്സ്ട്രീം പോവർട്ടി ഇറാഡിക്കേഷൻ, കാരുണ്യ ഹെൽത്ത് ഇൻഷുറൻസ്, താലോലം, ആശ്വാസകിരണം, സ്നേഹപൂർവം, ക്യാൻസർ സുരക്ഷ, ലൈഫ് മിഷൻ, ഇതെല്ലാമാണ് കേരളത്തിൻ്റെ പദ്ധതികൾ. ഏത് സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസ്, കുടുംബശ്രീയുടെ ഒരു പ്രോജക്റ്റ്, അതൊക്കെ. ഇനി അടുത്തത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് വരുമ്പോൾ
പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്തെല്ലാമാണ് നമുക്കുള്ളത്? മാവേലി സ്റ്റോർ, നീതി സ്റ്റോർ, അങ്ങനെയൊക്കെ കുറേ ഉണ്ടല്ലോ റേഷൻ കടകൾ. അതെല്ലാമാണ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഇനി ഫുഡ് സെക്യൂരിറ്റി, ഭക്ഷ്യസുരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? അപ്പോൾ അതെല്ലാം ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ എഴുതേണ്ടി വരും, വലിയ ചോദ്യമാണെങ്കിൽ. ഇതെല്ലാം നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുന്നുണ്ട്. ഓരോരോ സെപ്പറേറ്റ് ക്വസ്റ്റ്യൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഒരുമിച്ച് കൂട്ടി എഴുതിയാൽ മതിയാവും. ഇനി സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആർ ഇംപ്ലിമെന്റിംഗ് മെനി പോവർട്ടി എലിവേഷൻ scheme to eradicate the poverty prevailed in our country. These projects can be classified into three categories. ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ഒരുപാട് പ്രോജക്റ്റുകൾ കൊണ്ടുവരുന്നുണ്ട് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട്. ഏതെല്ലാമാണെന്ന് നോക്കാം. എക്സ്പ്ലെയിൻ ദ പോവർട്ടി എലിവേഷൻ പ്രോഗ്രാം ഇംപ്ലിമെന്റഡ് ബൈ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്. സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന പ്രോജക്ട്സ് ഏതെല്ലാമാണെന്ന് നോക്കാം. പ്രോജക്ട് സെഷൻ, നെയിം ഓഫ് ദ പ്രോജക്ട്, ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ പ്രോജക്ട്. ഇത് മൂന്നും എഴുതണം. സെൽഫ് എംപ്ലോയ്മെന്റ്, വേജ് എംപ്ലോയ്മെന്റ് സ്കീംസ്. സ്വയം തൊഴിലും വേതനവും കിട്ടുന്ന സ്കീമുകൾ ഏതെല്ലാമാണ് നോക്കാം. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം, പ്രധാനമന്ത്രി റോസ്ഗാർ യോജന, അഡൾട്ട്സ് വിത്ത് ലോ ഇൻകം റിസീവ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഇൻകം. അപ്പോൾ സ്ത്രീകൾ, അതായത് പ്രായമായ സ്ത്രീകൾക്ക് എന്ത് കിട്ടും? വരുമാനം ഇല്ലാത്ത പ്രായമായ സ്ത്രീകൾക്ക് തൊഴിൽ കിട്ടും. അതുപോലെ തന്നെ അവർക്ക് ഒരു തുക ഗവൺമെന്റിൽ നിന്ന് ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്ത ആൾക്കാർക്ക് പ്രധാനമന്ത്രി റോസ്ഗാർ യോജനയുടെ പൈസ മാസം മാസം കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അഡ്വർടൈസ്മെന്റ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതാണ് ഈ ഒരു പ്രോജക്റ്റിൽ പെടുന്നത്. ലൈഫ് പ്ലാൻ ടു പ്രൊവൈഡ് ലൈവ്ലിഹുഡ് ടു ഡിപ്പെൻഡൻസ് ഓഫ് വിക്ടിംസ് ഓഫ് ക്രൈം ഹു ആർ സഫറിംഗ് ഫിനാൻഷ്യൽ ഹാർഡ്ഷിപ്സ്. അതായത് ലൈഫ് പദ്ധതി എന്താണ്? ആ ലൈഫ് പദ്ധതിയിൽ നമ്മൾ ഡിപ്പെൻഡൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വീട്ടിലുള്ള ഒരു കുടുംബനാഥനോ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ആശ്രിതർക്ക് എന്ത് ചെയ്യും? ജോലി കൊടുക്കുകയോ അല്ലെങ്കിൽ വീട് വെച്ച് കൊടുക്കുകയോ അവർക്ക് ഒരു തുക കൊടുക്കുകയോ ഒക്കെ ചെയ്യും. ഇപ്പോൾ വെള്ളപ്പൊക്കം വന്ന സമയത്ത് 2018 ആ ഒരു ഫ്ലഡിൻ്റെ സമയത്ത് വീട് നഷ്ടപ്പെട്ട ആൾക്കാർക്കും അതുപോലെ പോയ കുടുംബനാഥന്മാർ മരിച്ചുപോയ വീട്ടുകാർക്കൊക്കെ നമ്മൾ ലൈഫ് മിഷൻ്റെ ഭാഗമായിട്ട്, ലൈഫ് പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്തു? പൈസ കൊടുക്കുകയുണ്ടായി. 5 ലക്ഷമോ 10 ലക്ഷമോ എന്തോ കൊടുക്കുകയുണ്ടായി. അപ്പോൾ അതെല്ലാമാണ് ഈ ലൈഫ് പ്ലാനിൽ വരുന്നത്. അത് കേന്ദ്രത്തിൻ്റെ ഒരു വിഹിതം ഉണ്ടാകും, അതുപോലെ തന്നെ സ്റ്റേറ്റിൻ്റെ ഒരു വിഹിതം ഉണ്ടാകും. അതുപോലെ ഈ ചൂരൽമലയിൽ നമ്മൾ ഉരുൾപൊട്ടലിൻ്റെ സമയത്ത് അവർക്ക് നമ്മൾ വീട് വെച്ച് കൊടുക്കുന്നത് അത് ലൈഫ് മിഷൻ പദ്ധതിയാണ്. വീട് വെച്ച് കൊടുക്കുന്നത് അവർക്കെല്ലാം ധനസഹായം കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ലൈഫ് പ്ലാനിൽ വരുന്ന പദ്ധതിയാണ്. ഇനി അയ്യൻകാളി അർബൻ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം. എംപ്ലോയ്മെന്റ് ഇസ് പ്രൊവൈഡഡ് ടു അഡൾട്ട് മെമ്പേഴ്സ് ഓഫ് എവറി ഹൗസ് ഹോൾഡ് ലിവിംഗ് ഇൻ അർബൻ ഏരിയാസ് ഹു ആർ വില്ലിംഗ് ടു ഡു അൺസ്കിൽഡ് മാനുവൽ ലേബേഴ്സ്. അൺസ്കിൽഡ് മാനുവൽ ലേബേഴ്സ് ചെയ്യാൻ താല്പര്യമുള്ള മുതിർന്ന വ്യക്തികൾക്ക്, ഓരോ കുടുംബത്തിലെയും മുതിർന്ന അംഗങ്ങൾക്ക് അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്നതാണ് അയ്യൻകാളി അർബൻ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി. നെക്സ്റ്റ് അയ്യൻകാളി അർബൻ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീമാണ്. അയ്യൻകാളി അർബൻ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം എന്ന് പറഞ്ഞാൽ വീട്ടിലുള്ള മുതിർന്ന വ്യക്തി വിദ്യാഭ്യാസം യോഗ്യതയുടെ ആവശ്യമില്ല, അവർക്ക് വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ പോലും അവർക്ക് 100 ദിവസത്തെ വേതനം കിട്ടുന്നതിന് വേണ്ടി അൺസ്കിൽഡ് ലേബേഴ്സ് എന്ന് പറഞ്ഞാൽ നൈപുണ്യമല്ലാത്ത തൊഴിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കാത്തൊരു ജോലി. ഇപ്പോൾ ഈ ഹരിത സേന, തൊഴിലുറപ്പ് എന്നൊക്കെ പറയുന്നത് പോലെ അവർ ഓരോ ജോലികളിൽ ഏർപ്പെടും. 100 ദിവസം അവർക്ക് ജോലി ഉണ്ടാകും. ആ 100 ദിവസത്തെ വേതനം കൊടുക്കും. 330 രൂപയാണ് ഇപ്പോഴത്തെ കേരളത്തിലുള്ള അയ്യൻകാളി അർബൻ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീമിൻ്റെ വേതനം. അതായത് ക്ലീനിങ് സ്ട്രീറ്റ് ആൻഡ് ഡ്രെയിനേജസ്, സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ്, അർബൻ അഫോറസ്റ്റേഷൻ ആൻഡ് ക്രിയേറ്റിംഗ് കമ്മ്യൂണിറ്റി അസറ്റ്സ്. ഇതെല്ലാമാണ് അവർ ചെയ്യേണ്ട ജോലികൾ. തെരുവുകൾ വൃത്തിയാക്കുക, ഡ്രെയിനേജുകൾ വൃത്തിയാക്കുക, സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റുകൾ, അർബൻ അഫോറസ്റ്റേഷൻ, ചെടി നടാൻ വേണ്ടിയിട്ട് ഒരു ഏരിയ മുഴുവൻ ചെടി നടാൻ വേണ്ടിയിട്ട് അവർ കൊടുക്കും. അതുപോലെ ക്രിയേറ്റിംഗ് കമ്മ്യൂണിറ്റി അസറ്റ്സ്, പൊതു അസറ്റുകൾ ക്രിയേറ്റ് ചെയ്യുക.
ഇതെല്ലാമാണ് അവർക്ക് കിട്ടുന്ന ജോലികൾ. അടുത്തത് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സ്കീമാണ്. ഫുഡ് സെക്യൂരിറ്റി പ്രോജക്ട്സിനകത്ത് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സ്കീം എൻഷുറിങ് ഫുഡ് സെക്യൂരിറ്റി ഓഫ് ദ പീപ്പിൾ, ഭക്ഷണ സുരക്ഷ ഉറപ്പാക്കുകയാണ് ഇത് PDSന്റെ ഡ്യൂട്ടി. PM പോഷൻ മിഡ് ഡേ മീൽ സ്കീം ഫോർ 1st to 8th ഗ്രേഡ് സ്കൂൾ ചിൽഡ്രൻ. ഇനി PM പോഷൻ എന്ന് പറഞ്ഞാൽ ഉച്ചഭക്ഷണ വിതരണമാണ്. 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് ഉച്ചഭക്ഷണ വിതരണം, അത് ഗവൺമെൻറ് സ്കൂളുകളിൽ. സുഭിക്ഷ കേരളം സ്കീം, സുഭിക്ഷ കേരളം എന്ന് പറഞ്ഞ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അതെന്തിനുള്ളതാണെന്ന് നോക്കാം. ദ പ്രോജക്റ്റ് ഈസ് ബീങ് ഇംപ്ലിമെന്റഡ് ഇൻ കേരള ടു അച്ചീവ് സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ്. ഭക്ഷ്യ വിളകളിലും ഭക്ഷണത്തിലും നമ്മൾ സെൽഫ് സഫിഷ്യൻ്റ് ആകാൻ വേണ്ടിയിട്ട്, സ്വയം പര്യാപ്തരാകാൻ വേണ്ടിയിട്ടുമാണ് സുഭിക്ഷ കേരളം സ്കീം ഉണ്ടാക്കിയിട്ട് ഇരിക്കുന്നത്. അതായത് 10 രൂപയുടെ ഊണ് കിട്ടുന്ന സ്ഥലങ്ങൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ട്. അതുപോലെ തമിഴ്നാട്ടിലാണെങ്കിൽ അമ്മ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ നമുക്ക് 1 രൂപയ്ക്കും 2 രൂപയ്ക്കും ഒക്കെ ആയിരുന്നു ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നത്. ഇനി അടുത്ത സെക്യൂരിറ്റി സ്കീംസ്, സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസ് ആണ്. നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് സ്കീം, പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന. ഇത് രണ്ടെണ്ണം നമുക്ക് പെൻഷനും ഇൻഷുറൻസ് കവറേജും തരുന്നതാണ്. അതായത് പ്രധാനമന്ത്രിയുടെ ഒരു ഇൻഷുറൻസിൻ്റെത് 1 രൂപ കൊടുത്ത് അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ഇൻഷുറൻസ് ഉണ്ടാകും. ലൈഫ് ടൈം ഇൻഷുറൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാമാണിത്. ഇൻഷുറൻസ് കവറേജും അതുപോലെ ഹെൽത്തിനുള്ളത്. ഇപ്പോൾ നമുക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ 5 രൂപയുടെ ടോക്കൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു സോഫ്റ്റ്വെയർ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് തരും. ആ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ ഫാമിലി ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫാമിലിയിലുള്ള എല്ലാവർക്കും ആ ഒരു ഇതിൽ തന്നെ ആ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഒരു ടോക്കൺ എടുത്താൽ ആ ഒരു ടോക്കണിൽ തന്നെ നമുക്ക് എല്ലാവർക്കും മരുന്ന് വാങ്ങാൻ സാധിക്കുന്നത് ഒരു സ്കീം ഇപ്പം ഉണ്ട്. ഇപ്പം അല്ല, കുറേ നാളുകളായി തുടങ്ങിയിട്ട്. ഇനി നിർമ്മയ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം ടു പ്രൊവൈഡ് ഹെൽത്ത് ഇൻഷുറൻസ് ടു ഡിഫറെൻ്റ്ലി ഏബിൾഡ് പേഴ്സൺസ് ഇൻ ദ സ്റ്റേറ്റ്. ഫിസിക്കലി ചാലഞ്ച്ഡ് ഒക്കെ ആയിട്ടുള്ള ആളുകൾ, അതുപോലെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് നിർമ്മയ ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതി. അവരുടെ ചികിത്സയ്ക്കൊക്കെ ആയിട്ടുള്ള പൈസ നമ്മൾ ഇളവ് ചെയ്ത് കൊടുക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ നിർമ്മയ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം. Apart from these, Kerala is also effectively implementing the following projects such as സ്നേഹസാന്ത്വനം, വയോമിത്രം, എക്സ്ട്രീം പോവർട്ടി ഇറാഡിക്കേഷൻ, കാരുണ്യ ഹെൽത്ത് ഇൻഷുറൻസ്, താലോലം, ആശ്വാസകിരണം, സ്നേഹപൂർവം, ക്യാൻസർ സുരക്ഷ, ലൈഫ് മിഷൻ എക്സെട്ര. അപ്പോൾ ഇതെല്ലാം കേരളത്തിൽ നമ്മൾ തുടർന്നു വരുന്ന പദ്ധതികളാണ്. Find out beneficiaries of the above schemes in your area. Also find similar schemes that exist and make a note. അപ്പോൾ നിങ്ങളുടെ പരിസരത്ത് ഈ പറഞ്ഞ പ്രോജക്റ്റിൽ ഏതിലെങ്കിലും ഉൾപ്പെടുന്ന ആളുകളോ, ഇപ്പോൾ ഈ ലൈഫ് മിഷൻ പദ്ധതിയുടെ 4 ലക്ഷം രൂപയുടെ വീടുകൾ, അങ്ങനെയൊക്കെ പലതും പല സ്ഥലങ്ങളിലും നമുക്ക് അറിയാം അല്ലേ. അപ്പം നിങ്ങളുടെ പരിസരത്ത് ഇങ്ങനെയുള്ള ഏതെങ്കിലും പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ ഒരു ലിസ്റ്റ് എടുക്കാനും അവരെ പറ്റിയൊരു നോട്ട് തയ്യാറാക്കാനും ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇതുപോലുള്ള വേറെ ഏതെങ്കിലും സ്കീമുകൾ അവിടെ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ അറിയുന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയൊരു നോട്ട് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ദ സോഷ്യൽ വെൽഫെയർ പ്രോജക്റ്റ് ഇംപ്ലിമെന്റഡ് ബൈ കേരള ഗവൺമെൻറ്. ഇനി സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാം ഏതാണ്? സാമൂഹിക അഭിവൃദ്ധിക്ക് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാം ഏതാണ്? കുടുംബശ്രീയാണ്. കുടുംബശ്രീ ഈസ് എ പ്രോജക്റ്റ് ലോഞ്ച്ഡ് ഇൻ 17 May 1998 വിത്ത് ദ എയിം ഓഫ് പോവർട്ടി എലിവേഷൻ ആൻഡ് എക്കണോമിക് അപ്ലിഫ്റ്റ്മെന്റ് ഓഫ് വിമൻ. അപ്പോൾ സ്ത്രീകളുടെ ഉന്നമനത്തിനും അതുപോലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിട്ടാണ് കുടുംബശ്രീ കണക്കാക്കിയിരിക്കുന്നത്. കുടുംബശ്രീ ഹാസ് സക്സസ്ഫുള്ളി സ്പ്രെഡ് ഇറ്റ് ഇൻഫ്ലുവൻസ് ഇൻ ഓൾ വാക്സ് ഓഫ് സോഷ്യൽ ലൈഫ്. കുടുംബശ്രീ അവരുടെ പേര് പല കാര്യങ്ങളിലും വേര് പിടിപ്പിച്ചിട്ടുണ്ട്. കുടുംബശ്രീ മെമ്പേഴ്സ് ആർ ഓൾസോ എംപ്ലോയ്ഡ് ഇൻ ഇനീഷ്യേറ്റീവ്സ് ലൈക്ക് ഷീ സ്റ്റാർട്ട്സ്, ജനകീയ ഹോട്ടൽസ്, Kochi Metro Service, Kerala's first water metro service. Most of the state in India have adopted the Kudumbashree model. അപ്പോൾ കുടുംബശ്രീ പല കാര്യങ്ങളിലും അവരുടെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ഷീ സ്റ്റാർട്ട്, ജനകീയ ഹോട്ടൽ. ഈ ജനകീയ ഹോട്ടലാണ് 10 രൂപയുടെ ഊണുള്ളത്. അപ്പോൾ ഈ കുടുംബശ്രീ മറ്റേ ആ ഒരു സ്കീമുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും ആ ഒരു ജനകീയ ഹോട്ടലൊക്കെ ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഹാവ് അഡോപ്റ്റഡ് ദ കുടുംബശ്രീ മോഡൽ. നമ്മുടെ കേരളത്തിലുള്ള കുടുംബശ്രീ മോഡൽ മറ്റുള്ള സ്റ്റേറ്റുകളും പകർത്തുന്നുണ്ട്, അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. കുടുംബശ്രീസ് എക്സ്പീരിയൻസസ് ആൻഡ് അച്ചീവ്മെന്റ്സ് ആർ ഹെൽപ്ഫുൾ ഫോർ പോവർട്ടി എലിവേഷൻ. അപ്പോൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി കുടുംബശ്രീയുടെ ഒരു
എക്സ്പീരിയൻസ്, അനുഭവവും അവരുടെ ഒരു അച്ചീവ്മെൻറ്റ്സ് ഒക്കെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് സഹായിച്ചിട്ടുണ്ട്. The creation of knowledge economy and has contributed to social capital formation. സാമൂഹിക സാമൂഹിക മൂലധനത്തിന്റെ കോൺട്രിബ്യൂഷനിലും സംഭാവനയിലും കുടുംബശ്രീ മുന്നിലാണ്. പ്രിപ്പയർ എ ക്വസ്റ്റ്യൻ ടു ഓർഗനൈസ് an interview with കുടുംബശ്രീ യൂണിറ്റ് മെമ്പർ in your area in order to understand how കുടുംബശ്രീ വർക്ക് ഈസ് ഹെൽപ്ഫുൾ ഇൻ പോവർട്ടി എലിവേഷൻ. അപ്പോൾ കുടുംബശ്രീയുടെ ഒരു മെമ്പറുമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ നടത്താൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ക്വസ്റ്റ്യനെയർ തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് ഫുഡ് സെക്യൂരിറ്റി? ഭക്ഷ്യസുരക്ഷ എന്നാൽ എന്ത്? ഫുഡ് സെക്യൂരിറ്റി മീൻസ് ensuring that all people have access to adequate quantity of safe and nutritious food always and to guarantee necessary circumstance to obtain it. അപ്പം നമ്മുടെ എല്ലാ ആളുകൾക്കും ആവശ്യത്തിനുള്ള ഭക്ഷണവും ആ ഭക്ഷണം സുരക്ഷിതവും ന്യൂട്രീഷ്യസും ആയിരിക്കണം എന്നുള്ള ഗ്യാരണ്ടി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംരംഭമാണ് ഫുഡ് സെക്യൂരിറ്റി. വൈ കാൻ ഫുഡ് സേഫ്റ്റി ബി എൻഷുർഡ്? ഫുഡ് സേഫ്റ്റി എന്തുകൊണ്ടാണ് നമുക്ക് പൂർണ്ണമായിട്ടും സംരക്ഷിക്കാൻ സാധിക്കാത്തത്? ഫുഡിൻ്റെ ഒരു സേഫ് സെക്യൂരിറ്റി അല്ലെങ്കിൽ സേഫ്റ്റി നമുക്ക് എന്തുകൊണ്ടാണ് പൂർണ്ണമായിട്ടും ചെയ്യാൻ സാധിക്കാത്തത്? ക്ലൈമറ്റ് ചേഞ്ച്, ലോ ഇൻകം, ലാക്ക് ഓഫ് അവൈലബിലിറ്റി ഓഫ് ഫുഡ്, ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ, ആബ്സെൻസ് ഓഫ് സബ്സിഡീസ്, വാർ, ഇൻഡസ്ട്രിയലൈസേഷൻ, റൈസ് ഇൻ പ്രൈസ്, ഇംബാലൻസ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ, അൺഎംപ്ലോയ്മെൻറ്റ്, നാച്ചുറൽ ഡിസാസ്റ്റർ, അഡൾട്ടറേഷൻ, ഇതെല്ലാമാണ് കാരണം. വിച്ച് ആർ ദ ഗവൺമെൻറ് ഏജൻസീസ് ദാറ്റ് ഡിസ്ട്രിബ്യൂട്ട് ഫുഡ് ഗ്രെയിൻസ് അറ്റ് സബ്സിഡി റേറ്റ്? സബ്സിഡി റേറ്റിൽ നമുക്ക് ഭക്ഷ്യോൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്ന സ്ഥലം ഏതെല്ലാമാണ്? ഫൈൻഡ് മോർ ആൻഡ് കംപ്ലീറ്റ് ദ ലിസ്റ്റ്. ബാക്കിയുള്ള ലിസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. സിവിൽ സപ്ലൈ, ത്രിവേണി സൂപ്പർ മാർക്കറ്റ്, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റർ, നീതി സ്റ്റോർ, ഹോർട്ടിക്രോപ്പ്, നന്മ സ്റ്റോർ, മാവേലി സ്റ്റോർ, ഇതെല്ലാം ഏജൻസീസ്, ഗവൺമെൻറ് ഏജൻസീസ്. റൈറ്റ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് കേരള ഹങ്കർ ഫ്രീ കേരള. ഹങ്കർ ഫ്രീ കേരളയുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദ കീ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹങ്കർ ഫ്രീ കേരള പ്രോജക്റ്റ് ഈസ് ടു എലിമിനേറ്റ് hunger and make Kerala a hunger-free state. From 2017 to 18, the project is being run with the help of Kudumbashree and local self-government bodies. 2017 തൊട്ട് 18 വരെ ഇത് കുടുംബശ്രീയാണ് ഈ ഹങ്കർ ഫ്രീ കേരള പ്രോജക്റ്റ് കൊണ്ടിരുന്നത്. Through such innovative projects, the aim is to achieve food security by ensuring adequate food for all. എല്ലാവർക്കും ആവശ്യത്തിനുള്ള ഭക്ഷണം ഉറപ്പാക്കുക എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Adequate amount of nutritious food is necessary to maintain healthy life. Food insecurity generally affects the economical disadvantages section of the society. But when faced with earthquakes, droughts, floods, tsunamis, epidemics, etc., food insecurity affects other sections of the nation. Scarcity of food can be solved to some extent by effective implementation of public distribution system. അപ്പോൾ ഫുഡ് സെക്യൂരിറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? എർത്ത് ഭൂമികുലുക്കം, വെള്ളപ്പൊക്കം, വരൾച്ച, സുനാമി, പകർച്ചവ്യാധികൾ, ഇതെല്ലാം ഫുഡ് സെക്യൂരിറ്റിനെ എഫക്റ്റ് ചെയ്യാറുണ്ട്. ഇനി അഥവാ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായാൽ അല്ലെങ്കിൽ ഫുഡിനൊരു ക്ഷാമം ഉണ്ടായാൽ തന്നെ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, പൊതുവിതരണ കേന്ദ്രങ്ങൾ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ് ഉണ്ട്. അതിനകത്ത് ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരമാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഫൈൻഡ് ഔട്ട് ആൻഡ് ഡിസ്ക്രൈബ് ഫാമിംഗ് പ്രാക്ടീസസ് ദാറ്റ് യൂസ് അഡ്വാൻസ് ടെക്നോളജി ആസ് ഓപ്പോസ് ടു ട്രഡീഷണൽ ഫാമിംഗ് പ്രാക്ടീസസ്. അപ്പോൾ അതിൻ്റെ ആൻസറാണ് ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളത്. സെമിനാർ പേപ്പർ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. പോവർട്ടി എലിവേഷൻ പ്രോഗ്രാംസ് ആൻഡ് പോവർട്ടി ഇറാഡിക്കേഷൻ. അതിൻ്റെ ആൻസർ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടുള്ള ആ പോവർട്ടി എലിവേഷൻ പ്രോഗ്രാംസ് തൊട്ട് ഫുള്ള് എഴുതുക, ഫുഡ് സെക്യൂരിറ്റിയുടെ മുമ്പ് വരെ. അതെല്ലാം എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു സെമിനാർ പേപ്പറായി. അതിൽ തന്നെ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇനി ഓർഗനൈസ് ഇൻ്റർവ്യൂ വിത്ത് കുടുംബശ്രീ മെമ്പർ, അത് മാത്രമാണ് ഞാൻ ചെയ്തിട്ടില്ലാത്തത്. ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും നമുക്ക് ആൻസേഴ്സ് മേലെ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് ചെറിയ ചെറിയ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ അതെല്ലാം കൂടെ ഒരുമിച്ച് എഴുതി കഴിഞ്ഞാൽ ഈ വലിയ ആൻസേഴ്സായി മാറും. ഇയർ ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് സ്കീം. ഇനി മഹാത്മാഗാന്ധി നാച്ചുറൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീമിൻ്റെ കുറച്ച് ക്വസ്റ്റ്യനെയർ കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം. ഇയർ ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ സ്കീം
to 2nd February 2006, objectives of the scheme to strengthen rural livelihood, creating durable assets and addressing cause of poverty with like drought and deforestation. അത് ഞാൻ അവരുടെ ഒബ്ജക്റ്റീവ് എടുത്ത് എഴുതിയതാണ്. മഹാത്മാഗാന്ധി സ്കീമിൻ്റെ അത് വെബ്സൈറ്റിൽ നോക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒബ്ജക്റ്റീവാണിത്. ദ ഫസ്റ്റ് 2 districts to implement the project in കേരള. വയനാടും പാലക്കാടുമാണ് 2 ഡിസ്ട്രിക്റ്റ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ് ഗ്യാരണ്ടീഡ് 100 വർക്കിംഗ് ഡേയ്സ് ആണ് നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുന്നത്. കറണ്ട് ഡെയിലി വേജസ് ആസ് പെർ ദ സ്കീം 370 രൂപയാണ് ഇപ്പോഴത്തെ വേതനം. വാട്ട് ആർ ദ ആക്ടിവിറ്റീസ് ഇൻക്ലൂഡഡ് ഇൻ ദ സ്കീം? എന്തെല്ലാം ആക്ടിവിറ്റീസ് ആണ് ഇവർ ചെയ്യുന്നത്? വാട്ടർ കൺസർവേഷൻ, ഹാർവെസ്റ്റിംഗ്, ഡ്രൗട്ട് പ്രൂഫിംഗ്, ഫ്ലഡ് മാനേജ്മെൻറ്റ്, ക്രിയേഷൻ ഓഫ് റൂറൽ കണക്ടിവിറ്റി, ഇൻഫ്രാസ്ട്രക്ചർ, റൂറൽ സാനിറ്റേഷൻ, ഇതെല്ലാമാണ് മഹാത്മാഗാന്ധി റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം ചെയ്യുന്നത്. എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും വരും വരേക്കും ബൈ.